ഞാനുള്ളപ്പോൾ അവിടെ എവിടെയാണ് ദേവിക്ക് വരാൻ പറ്റുക? ഞാനുള്ള പ്രേതം നിൽക്കുമ്പോൾ ദേവി പോസിറ്റീവ് അല്ലേ, പ്രേതങ്ങൾ നെഗറ്റീവ് അല്ലേ? ഈ ബാധകളാണ് ഉപാസനയുടെ പ്രാധാന്യങ്ങളിൽ കുറച്ച് കളയും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ജപിക്കുമ്പോഴെല്ലാം ഈ പ്രശ്നം കൂടി വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഭക്തിയോടുകൂടി സ്വയം സമർപ്പിച്ചുകൊണ്ട് ആ ദേവത അവിടെ ഉള്ളൂ, നമ്മളില്ല. പറഞ്ഞു വന്നതിന്റെ ആകത്തവ ഞാൻ അവിടെ ഇല്ല, ഉണ്ടാവാൻ പാടില്ല. ഞാനുണ്ടെങ്കിൽ എന്റെ വിഷമങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ ബാധകളും എന്റെ രോഗദുരിതങ്ങളും അവിടെ ഉള്ളൂ. ശരിയല്ലേ? ഇതൊക്കെ ആർക്കാണ്? എനിക്കാണ് ഇതൊക്കെ. ഞാനവിടെ ഇല്ലെങ്കിലോ ഇതൊന്നും അവിടെ ഇല്ല, ദേവി മാത്രമേ ഉള്ളൂ. അതാണ്. ഞാനുള്ളപ്പോൾ അവിടെ എവിടെയാണ് ദേവിക്ക് വരാൻ പറ്റുക? ഞാനുള്ള പ്രേതം നിൽക്കുമ്പോൾ ദേവി പോസിറ്റീവ് അല്ലേ, പ്രേതങ്ങൾ നെഗറ്റീവ് അല്ലേ? മറ്റു പ്രേതങ്ങൾക്ക് വരാൻ സാധിക്കും കൂടുതൽ. എന്നിട്ട് എപ്പോഴും ഇരുന്ന് കുത്തി ഇരുന്ന് ജപിക്കും. അങ്ങനെ ജപിച്ചിട്ട് കാര്യമുണ്ടോ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. അമ്പലത്തിലെന്നും പ്രാർത്ഥന, പക്ഷെ ദുരിതം കൂടി വരുക. അങ്ങനെയുള്ളവർക്കാണ് പലർക്കും, ചില ആളുകൾക്ക് ദുരിതം കൂടി വരുന്നതായിട്ട് കാണുന്നു. അതെന്താണെന്ന് തോന്നിയിട്ടില്ലേ? കാരണം അവരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടുപോകുന്നത് ബാധകളാണ്. അശാസ്ത്രീയമായ ഉപാസന പദ്ധതികളാണ് ആളുകളെ വഴിതെറ്റിക്കുന്നത്. അവിടെയാണ് ശാസ്ത്രീയമായ ഉപാസന പദ്ധതികളുടെ ആവശ്യം വരുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് റിന്യൂ ചെയ്യുന്ന പദ്ധതികളുടെ ആവശ്യം വരുന്നത്. ലഭിക്കാറുണ്ട്, ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ലഭിക്കാറുണ്ടല്ലോ. പിന്നെന്തിനാണ് നിങ്ങളുടെ ആവശ്യം? ശാസ്ത്രീയമായി ലഭിക്കുന്നില്ല. തട്ടല്ല നികന്നിരുന്ന് തലയ്ക്ക് 1.5 കിലോ വെയിറ്റ് ഉണ്ട്. വളഞ്ഞിരുന്നാൽ ഈ വെയിറ്റ് എല്ലാ ഷോൾഡർ ഈ ഡിസ്കിനകത്തോട് സെന്റർ ചെയ്യും. ഡിസ്ക് തെള്ളി വന്നിട്ട് സുഷ്ണ നാഡിയെ ബ്ലോക്ക് ചെയ്തിട്ട് സ്പോണ്ടിലോസിസ് ഉണ്ടാവും. വളഞ്ഞിരുന്ന് ലഭിക്കുന്ന ആളുകളുടെ അവസ്ഥ. നടുവിന് വേദന വരും. അവ വേദന ബുദ്ധിമുട്ടും വന്ന് ജപിച്ചാൽ ഉണ്ടാവുന്ന എനർജി, നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന, ബ്രെയിൻ കെമിക്കൽ ഉണ്ടാക്കുന്ന, അഡ്രിനാലിൻ കോർട്ടിസോളൊക്കെ ഉണ്ടാക്കുന്ന ബാധകളിലേക്ക് പോയിട്ട് അവർ കൂടുതൽ ഉപദ്രവിക്കുക. അപ്പൊ കൂടുതൽ വളയും. ഇങ്ങനെ ജപിച്ച് നശിച്ചു പോകുന്നവരുണ്ട്. പറയുമ്പോൾ ഏറ്റവും വലിയ ഉപാസകരവരാണ്, പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ശാസ്ത്രീയമായ ഉപാസന. നമ്മുടെ നാട്ടിലൊരു കക്കൂസ് കെട്ടണമെങ്കിൽ അറിയാവുന്ന ആളിനെ വിളിച്ച് പ്ലാൻ വരച്ചിട്ടാണ് കെട്ടുന്നതെങ്കിൽ, if you are playing with your brain neural networks, you have to ask with somebody those who knows more than you. നിങ്ങളൊക്കെ അറിയാവുന്ന ആളുകളോട് ചോദിക്കണോ വേണ്ടയോ? നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽസ് കൊണ്ട് കളിക്കുമ്പോൾ, ന്യൂറോൺ വയറിംഗ് കൊണ്ട് കളിക്കുമ്പോൾ വേണ്ടേ? വേണ്ട. യൂട്യൂബ് നോക്കിയാൽ മതി. യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി അവർ എല്ലാവർക്കും വേണ്ടി ഇട്ടിരിക്കുകയാണ്. അത് രഹസ്യമായി വെച്ചിരിക്കുന്ന പല താന്ത്രിക പദ്ധതികളും പരസ്യമാക്കി പരസ്യം കൊടുത്ത് മാർക്കറ്റ് ചെയ്യും. അതൊക്കെ ജപിച്ച് ന്യൂറോൺ വയറിംഗ് എല്ലാം കൊളാപ്സായി, ന്യൂറോസിസ് ആയി നടക്കുന്ന ഒരുപാട് പേര് ഇതിനൊക്കെ ട്രീറ്റ്മെന്റിന് വരാറുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് മന്ത്രം ജപിച്ചാണ് സാറേ ഇപ്പൊ കിളി പോയി, റിലേ പോയിരിക്കുകയാണ്. മാനസിക രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജപത്തിലൂടെ. ധ്യാന രോഗികൾ എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്.
അവർക്ക് ഈ പറഞ്ഞ വയറിന്റെ പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന പോലുള്ള വിഷയങ്ങൾ വിട്ടുമാറില്ല. ഒരുപാട് രോഗദുരിതങ്ങൾ അവരെ കാത്തിരിക്കും. ധ്യാന രോഗികൾ, ആധുനിക ലോകത്തിന്റെ സംഭാവനയാണ് ധ്യാന രോഗികൾ. അതുപോലെ ധ്യാന പദ്ധതികളുടെ ക്ലാസുകളാണ് നടക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായ താഴത്തെ ലെവലിലുള്ള സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള അക്ഷരാഭ്യാസം ഒത്തും തന്നെ ഇല്ലാത്ത ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പദ്ധതി ഓരോ ആ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതാണ്. നട്ടെല്ല് നിവർന്ന് ജപിക്കുക, ചിരിച്ചുകൊണ്ട് ജപിക്കുക, ബ്രെയിൻ കെമിക്കൽ പോസിറ്റീവ് ആക്കിയിട്ട്. ജപം എന്ന് പറയുന്നത് പാലാഴി മദനമാണ്. പാലാഴി കടയുന്ന ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു അല്ലേ? ഭാഗവത്തിൽ പറയുന്നു സമുദ്രമദനം. ആമയുടെ മുകളിലാണ്. ആമ എന്ന് പറഞ്ഞ ഒരു യോഗിയുടെ 5 ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് വലിക്കുന്നതിന്റെ പ്രതീകമാണ്. ജപമാണ് ഈ പാലാഴി മദനം. മറ്റെന്താണ്? അവ ജപിക്കുമ്പോ കുണ്ടലിനി ശക്തി ഉണരും. കാലിന്റെ വിരൽ വഴിയാണ് ഇത് കയറി വരുന്നത്, ലൈഫ് ഫോഴ്സ്. അത് വന്ന് മൂലാധാരത്തിൽ വന്ന് ഇടിച്ച് കറങ്ങി നിൽക്കും. 3.5 ചുട്ടുള്ള പാമ്പായിട്ട് എന്ന് പറയും യോഗശാസ്ത്രം, പാമ്പിനെ പോലെ. അതുകൊണ്ടാണ് വാസുകിയെയാണ് ഈ കടയാനുള്ള കയറാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. മേരു പർവ്വതമാണ് ഉപയോഗിക്കുന്നത്. മേരു എന്ന് പറഞ്ഞ നട്ടൽ എന്നൊരർത്ഥം കൂടെ ഉണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ നട്ടലിലൂടെ കുണ്ടലിനി ശക്തി വെച്ചിട്ട് ജപം, ഇന്ദ്രിയങ്ങളെ ആസനം. അതാണ് ആമയുടെ രൂപത്തിൽ ആവണി പലക ഉണ്ടാക്കുന്നത് അല്ലേ? ഇരിക്കാനുള്ള ആവണി പലക ഉണ്ടാക്കുന്ന ആമയുടെ രൂപത്തിലല്ലേ? കൂർമ്മം. അപ്പൊ ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ജപം ചെയ്ത് കുണ്ടലിനി ശക്തി ഉണർന്ന് നട്ടലിലൂടെ മുകളിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ ആര് പിടിക്കും? വാസ്തുവിയുടെ തലഭാഗത്ത് പിടിച്ച ആരാണ്? ദേവന്മാര് ആണോ? അല്ല, അസുരന്മാരാണ് പിടിക്കുന്നത്. വാലിന്റെ ഭാഗത്തും ദേവന്മാർ. അവ ആദ്യം ഉണ്ടാകുന്ന എന്തുവാണ്? ജപം തുടങ്ങുന്ന ഒരു സാധകൻ ആദ്യം ബുദ്ധിമുട്ടുകൾ കൂടും. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുന്നത് ഇതൊന്നും അറിയാതില്ല. വീട് വീടല്ല നടക്കാൻ പഠിക്കുന്നത്. നടക്കാൻ പഠിക്കുന്ന കുട്ടി ആദ്യം എണീറ്റ് ഓടുവോ? ഇല്ല, വീടും എല്ലാം അങ്ങനല്ലേ? എല്ലാ മേഖലയിലും ആദ്യം ഒരു മിസ്റ്റേക്ക് പറ്റി കറക്റ്റ് ചെയ്താൽ പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ ജപിക്കുന്ന കുണ്ടലിനി ശക്തി മനസ്സിൽ ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വെച്ചുകൊണ്ട് ജപിക്കുന്നോണ്ട് എങ്ങോട്ട് പോകും? ഈ ബാധകളിലേക്ക് പോകും. ബാധകള്, ശത്രുബാധ, പ്രേതബാധ, ആഭിചാരം, മറ്റുള്ളവരുടെ ഭ്രാന്തി ദോഷങ്ങൾ, ഇതൊക്കെ നിൽക്കുക. അതാണ് അസുരന്മാര്. അവരിലേക്കാണ് ഈ കുണ്ടലിനി ശക്തി ചെല്ലുന്നത്. അവര് ഈ വ്യക്തിയെ കൂടുതൽ ഉപദ്രവിക്കും. അതാണ് കാളകൂട വിഷം എന്ന് പറയും. വിഷം പോലെയാണ് അത് അനുഭവപ്പെടുന്ന ആദ്യം ജപം, അല്ലാതെ മധുരമായിട്ടല്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജപത്തിന്റെ കുഴപ്പം ആ ഒരു പദ്ധതിയുടെ കുഴപ്പമാണോ? അല്ല, ഈ സംവിധാനങ്ങളുടെ കുഴപ്പമല്ല. ഈ വ്യക്തിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് പറയാൻ പറ്റുന്നത്. എന്റെ എന്തോ വാസനയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ അത് കറക്റ്റ് ചെയ്യുമ്പോൾ ശരിയാവും. അപ്പൊ അവിടെ ജ്ഞാനം കിട്ടുമ്പോൾ ഒരു യഥാർത്ഥ ഒരാചാര്യനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥ ജ്ഞാനം കിട്ടും. ശിവബോധം ഉണരും. ബോധത്തിനെ ശിവൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ബോധത്തിനെ ബാക്കി എല്ലാ ശക്തി എന്ന് വിളിക്കുന്നു. ഊർജം, ശക്തി. ശിവനും ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അപ്പൊ ബോധം ഉണരുന്നു. യഥാർത്ഥ ഒരു സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ബോധം ഉണർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അവരുടെ ഉള്ളിൽ ബോധത്തെ ഉണർത്തുന്നു, പ്രോജ്വലിപ്പിക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇതിങ്ങനെ അങ്ങോട്ട് വരാൻ ഇമോഷണലായിട്ട് ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അത് കറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ
കുണ്ടലിന് വീണ്ടും കറക്റ്റ് റൂട്ടില് യാത്ര തുടങ്ങും. അതാണ് കാളകൂട വിഷം ശിവൻ കുടിച്ച് ഈ കണ്ടത്തിൽ നിർത്തി നീലകണ്ഠനായി നിലനിർത്തി, എന്നിട്ട് ജപം വീണ്ടും തുടങ്ങുന്നു എന്ന് പറയും. അപ്പൊ ശരിയായ അനുഭവങ്ങൾ വരാൻ തുടങ്ങും, സാധകന് മന്ത്രസിദ്ധികൾ വരാൻ തുടങ്ങും, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള സുഗന്ധം, ശബ്ദം ഇതൊക്കെ കേൾക്കുന്നു പലരും. അങ്ങനെയുള്ളവരെ കാണുന്നു. നല്ല നല്ല ആളുകളാണ് സ്വാഭാവികമായിട്ട് അടുത്തേക്ക് വരുന്നത്. ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്ന ആളുകളെയാണ് പരിചയപ്പെടുന്നത്. പോസിറ്റീവ് ആകുന്നു, കാര്യങ്ങൾ നടക്കുന്നു, മൈൻഡ് പോസിറ്റീവ് ആകുന്നു ഏറ്റവും വലിയ ഗുണം. അതൊക്കെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ജീവിതം പോയി. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഒരു നെഗറ്റീവ് വന്നാൽ ഒരുപാട് നേരം ഒന്നും നിൽക്കത്തില്ല, 2 മിനിറ്റ് അപ്പോഴത്തേക്കും അത് പോസിറ്റീവായിട്ട് മാറി ഒരു ശാന്തതയിലേക്ക്, സന്തോഷത്തിലേക്ക് വരുന്നു. അങ്ങനെ മന്ത്രസിദ്ധിയുടെ ഗുണങ്ങള് അത് കണ്ടു തുടങ്ങി. പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് ഒരുപാട് ബന്ധപ്പെടേണ്ടി വരുന്നില്ല. മറ്റേത് വരുന്നതെല്ലാം നെഗറ്റീവാണ്, എപ്പോഴും നെഗറ്റീവായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നു വേണ്ടാന്ന് വെച്ചാലും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പോസിറ്റീവാണ് വരുന്നതല്ല. അപ്പൊ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു, ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പൊ ആളുകൾക്ക് എന്തുണ്ടാവും? ആത്മവിശ്വാസം ഉണ്ടാവും അല്ലെ? ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ ചെറിയ വ്യത്യാസം, ഒരു പോയിന്റിന്റെ ഡിഫറൻസ്. ആത്മവിശ്വാസം ഒരു പടി കൂടി എന്തായി? അഹങ്കാരമായി. ശരിയല്ലേ? ഇത് മാറുന്നു നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന ശിവബോധം ഇല്ലെങ്കിലോ ഈ എനർജിയൊക്കെ അതിൽ ഒഴുകി നമുക്കുള്ള പണിയായിട്ട്, വിത്തിന്റെ പണിയായിട്ട് തിരിച്ചു വരും അല്ലേ? അതാണ് പറയുന്നത്. പിന്നീട് അമൃത കുംഭം പൊങ്ങി വന്നു പാലാഴി കടന്നപ്പോ. പക്ഷെ അത് തട്ടിപ്പറിച്ചെടുത്തോണ്ട് ഓടിയത് ആരാ? അസുരന്മാരാണ്. അസുരന്മാരെപ്പോഴും അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. ശരിയല്ലേ? കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഹങ്കാരമായിട്ട് നിങ്ങൾ നടക്കും അല്ലേ? അപ്പൊ അവിടെ പണി കിട്ടിയ സാധകൻ എന്റെ അഹങ്കാരം കൊണ്ട് പണി കിട്ടി. ശിവബോധത്തിലേക്ക് വന്ന്, ജ്ഞാനത്തിലേക്ക് വന്ന്, ഒരു ഗുരുപരമ്പരയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധ്യാന പദ്ധതികളിലൂടെ ഇത് കറക്റ്റ് ചെയ്ത് വീണ്ടും സിംപ്ലിസിറ്റിയിലേക്ക് എത്തിയാൽ, സമർപ്പണത്തിലേക്ക് എത്തിയാൽ, ദേവിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അഹങ്കാരം പോകും. നമ്മളെക്കാൾ ഉയർന്ന ദേവിയിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ വ്യക്തിത്വപരമായ അഹങ്കാരമില്ലാതാവും. അപ്പൊ ദേവി വിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന, ദേവി രൂപത്തില് പരമാത്മാവ് വന്ന അമൃതകുംഭം എടുത്ത് നമ്മുടെ കൈകളിലേക്ക് വീണ്ടും തരുന്നു, ദേവന്മാരുടെ കൈകളിലേക്ക് വീണ്ടും കൊടുക്കുന്നു. അങ്ങനെ അവർ അമരന്മാരായി ഭവിക്കുന്നു. അങ്ങനെ കിട്ടിയ അമൃതകുംഭം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഗരുഡൻ വഴിയാണ് കൊണ്ടുവരുന്നത്. ഗരുഡൻ 4 വിശ്രമിക്കുകയുണ്ടായി. ആ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേള സ്ഥലത്ത് ഞാൻ പോയിരുന്നു. അവിടെ ഒരു ഗുരുജി കുളിച്ചിട്ട് വന്ന നേരെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് ഇരുന്ന് സമാധിയായി. അദ്ദേഹത്തിന്റെ ഗുരുവും സമാധിയായത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ത്രിവേണി സംഗമത്തിൽ കുളിച്ചിട്ട് സമാധിയാവാനുള്ള ആളായതുകൊണ്ട് ആദ്യം മുതലേ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തത് ത്രിവേണിപുരി എന്നായിരുന്നു. അത്രയ്ക്ക് വലിയൊരു സംവിധാനമുള്ള ഒരു സംസ്കാരത്തിന്റെ സന്തതികളാണ് നമ്മൾ എല്ലാവരും എന്നുള്ള അഭിമാനം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാവണം. മാത്രമല്ല അടുത്ത തലമുറയ്ക്കും കൂടി ഈ അഭിമാനം പകർന്നു കൊടുക്കാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ശരിക്കും ഇത്തരത്തിൽ സ്വേച്ഛയാൽ സമാധിയായി തീരാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുള്ള തിരിച്ചറിവാണ് ഓരോ വ്യക്തിക്കും. ഓരോ വ്യക്തിക്കും ഇത് സാധ്യമാണ്. ഇതൊരിക്കലും അവതാരങ്ങൾക്ക് മാത്രം പറയുന്നതല്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള വിത്താണ്, സീഡാണ് ഈ സമാധി. എല്ലാ ആൽമരങ്ങളും ഒരു വിത്തിൽ ഉൾക്കൊള്ളുന്നു അല്ലെ? ആ വിത്തിനകത്ത് ആ ആൽമരമായിട്ട് വളരാവാനുള്ള വേഗത എല്ലാം അതിലില്ലേ? ഉണ്ടല്ലോ. അതുപോലെ ഓരോ വ്യക്തിക്കും, ആണിനും പെണ്ണിനും ഒക്കെ ഇത്തരത്തിൽ സമാധിയാവാനുള്ള ഒരു വിത്ത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ഫയറുണ്ട്, ഒരു വിത്തും.
അതിന് വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കി എടുക്കാനാണ് തപോവൻ ധ്യാന കേന്ദ്രം സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ വ്യക്തികളെയും. അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും കൊടുക്കുകയാണ്. ഭൗതിക ജീവിതം മാറ്റി വെച്ചിട്ട് വേണ്ട, അവിടെ വിജയവും ശ്രീവിദ്യയും ലഭിക്കുന്നുണ്ട്. ആ ഭൗതിക വിജയത്തോടൊപ്പമാണ് ഇത് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ ഗുണം. ഭോഗം മോക്ഷം കരസ്ഥമേവം സുന്ദരി സാധകാന. സുന്ദരിയുടെ സാധകർക്ക് ഭോഗവും മോക്ഷവും ഒരുമിച്ച് കിട്ടും. മറ്റു വിദ്യകളിൽ ഭോഗം മാത്രം കിട്ടുന്ന വിദ്യകളുണ്ട്. ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രം ഈശ്വരനെ ഉപാസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള പദ്ധതികളുണ്ട്, ദേവതകളുണ്ട്. മറ്റു ചില വിദ്യകളിൽ മോക്ഷം മാത്രമാണ് കിട്ടുന്നത്. വേദാന്തം മോക്ഷം മാത്രമാണ് വേദാന്ത മാർഗം, സന്യാസം. പക്ഷെ ശ്രീവിദ്യ താന്ത്രിക പദ്ധതി, പ്രത്യേകിച്ചും ഗൗഡപാദ മിശ്രാചാര സമ്പ്രദായം, നമ്മുടെ സമ്പ്രദായം മോക്ഷവിദ്യ, പക്ഷെ ഭൗതിക നേട്ടങ്ങൾ ലഭിക്കുന്നു. അപ്പൊ അത്രയും വലിയൊരു പദ്ധതിയിൽ ഭാഗമാകാൻ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദേവി തീരുമാനിക്കുന്നവരാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത്, ഇതുമായി ബന്ധപ്പെടുന്നത്, അല്ലേ? പിന്നെ എത്രയോ ആളുകൾ വേറെന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ഓടുകയാണ് ഇത് കണ്ടിട്ട്. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത് ഇത്ര ആളുകൾക്കാണ് ഭാഗ്യമുള്ളത്. ഷീ വാണ്ട്സ്, ദേവി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടാവും, ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെല്ലാം ഇന്ന് വിളിക്കും. അത് ആ ദേവിയുടെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രം പറ്റുന്ന, ഭാഗ്യമുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതൊരു കോളായിട്ട് മനസ്സിലാക്കി, ദേവിയുടെ ഒരു വിളിയായിട്ട് തിരിച്ചറിഞ്ഞു. നമ്മൾ ഈ പദ്ധതി നെഞ്ചിലേറ്റി പ്രവർത്തിച്ച മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർക്ക് വേണ്ട അറിവുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു ടീമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പ്രായോഗികമായ അറിവുകളെല്ലാം അവരെ എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. തപോവൻ പ്രധാനമായിട്ടും ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. റിസർച്ച് എൻ്റെ ജേർണൽസിൽ 3 പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളെ ആധുനിക ലോകത്തേക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കാൻ ഒക്കെ ആയിട്ട്. അതുപോലെ ഒരു വലിയ ടെമ്പിൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ. ഈ സംവിധാനങ്ങളെ ശാസ്ത്രീയമായി ഇനിയുള്ള ജനറേഷൻ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ പദ്ധതി പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നു. ഇന്ന് തപോവൻ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട സാരഥികളായ ചില വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മഞ്ജീശ്വർജി, അതുപോലെ പ്രശാന്ത് ജി, അതുപോലെ ശ്രീജ മാഡം, അങ്ങനെയുള്ള ശിവ മാഡം, അങ്ങനെയുള്ള പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ആശയങ്ങൾ എല്ലാവരിലും എത്തിക്കുക. വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, വേറെ ഉദ്ദേശങ്ങളില്ല. സബ്ബായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് കേരളത്തിലെ അമ്മമാര് മാത്രമല്ല, അച്ഛന്മാര് മാത്രം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുക. മക്കളൊക്കെ വിദേശത്താണ്, ഭരിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനങ്ങൾ, ഒരു നല്ലൊരു സംവിധാനം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടാനും നിൽക്കാനും താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ പറഞ്ഞ റിസർച്ചും ഈ ആശയം അടുത്ത ജനറേഷൻ എത്തിക്കുക എന്നുള്ളതും എല്ലാവരെയും സമാധിസ്ഥരാക്കാനും സഹായിക്കുക എന്നുള്ളതാണ്. നമുക്കെതിരെ പ്രയോഗിച്ചിട്ടുള്ള സത്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഹാരദോഷങ്ങൾ അറിയിക്കാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ കുടുംബപരമായുള്ള ദോഷങ്ങളാകാം, സർപ്പദോഷങ്ങൾ പോലുള്ള മറ്റു ദോഷങ്ങളാകാം, പിതൃദോഷങ്ങളാകാം, വേറെ വിഷയങ്ങളാകാം, പലതാണ്. കാരണം നെഗറ്റീവ് ഇല്ലാത്ത സ്ഥലമില്ല. എവിടെയും നെഗറ്റീവും പോസിറ്റീവും. ഒരാൾ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മശക്തികൾ. ആ സൂക്ഷ്മശക്തികൾ നമ്മുടെ ബ്രെയിനിൽ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ സ്വാധീനിക്കുമ്പോഴാണ് നമ്മൾ നെഗറ്റീവായിട്ട് മാറുന്നത്. അല്ലാതെ ചുമ്മാ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി ആയ ഒരു ഉയർന്ന തലത്തിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സാധനയെ ജപത്തിനെയൊക്കെ തടസ്സം നിൽക്കും. ജപയോഗം മാത്രം മതി ഒരാളുടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാൻ. ശരിയായ ജപം മാത്രം മതി. അതിന് എത്ര വർഷത്തെ എത്ര കട്ടിയുള്ള എത്രയും ബുദ്ധിമുട്ടുള്ള ആഭിചാര ദോഷങ്ങളാണെങ്കിലും സ്വയം വളരെ ശക്തമായുള്ള ജപം, സമർപ്പണത്തോടെയും സ്നേഹത്തോടെയുമുള്ള ഉറച്ച മനസ്സോടുകൂടിയുള്ള ജപം മാത്രം മതി അതിനെ അധിവർത്തിച്ചു വരും. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും മാറ്റാൻ കാരണം നമ്മളൊന്നും ഇത് കാണുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോയി അത്ഭുതകരമായിട്ട് ഇതുപോലെ ജപിച്ച ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന ചരിത്രം. ഒരു ദിവസം പോലും മുടങ്ങാതെ ഉപാസന ചെയ്യാൻ സാധിച്ചാൽ അത്രയും ഇച്ഛാശക്തി പ്രവർത്തിക്കും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപീകരമാകുന്ന പറയുന്നത് ദേവി സ്വരൂപം അങ്ങനെയാണ്. ആദ്യം ഒരു ആഗ്രഹമായിട്ടാണ് ശക്തിയുടെ സ്പന്ദനങ്ങൾ ശിവനിൽ നിന്നും ആരംഭിക്കുന്നത്. ഇച്ഛാശക്തി ശരീരത്തിന്റെ ഒന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടാവുന്ന അങ്ങനെയാണ്. വിദ്യയിൽ നിന്നും ഇച്ഛാശക്തി ഉണ്ടാകുന്നത്. അവിടുന്ന് അത് അറിവുണ്ടാകുന്ന ജ്ഞാനശക്തിയായി മാറുകയും അവിടുന്ന് ക്രിയാശക്തിയായി മാറും. ഒരു സംഭവം നമുക്ക് വേണം, ഒരു കാറ് വേണം എന്ന് തോന്നുവാണ്. ശിവബോധത്തിൽ നിൽക്കുന്ന നമ്മളിലേക്ക് ആഗ്രഹമായി സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഗൂഗിളിനകത്ത് കയറി നോക്കും എത്ര രൂപയാണ് വില, എല്ലാവരോടും ചോദിക്കുന്നു എന്താണ് അതിന്റെ പേര്. ഒരു സുഹൃത്ത് കാറുമായിട്ട് പോന്നാണ്. ശരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, പക്ഷെ ഏകദേശം രൂപം കിട്ടി. അപ്പൊ നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി. അപ്പൊ ജ്ഞാനശക്തിയായി. പിന്നെ നമ്മൾ ഷോറൂമിൽ വില വയ്ക്കാൻ പോയതാ, അവരിപ്പോ എടുത്തില്ല, നമ്മൾ ചത്തുപോകുന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിച്ചപ്പോ നമ്മൾ അത് ഓടിച്ച് വരുന്നു. അപ്പൊ അത് ക്രിയാശക്തിയായി മാറും. ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എനർജിയും, ഗിയർ ഇടുമ്പോൾ അത് മെക്കാനിക്കൽ എനർജിയും, ഇലക്ട്രിക് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും, സ്റ്റിയറിംഗ് ഇരിക്കുമ്പോൾ കൈനറ്റിക് എനർജിയുമായി മാറിയും. ഈ 4 ഫോംസ് നമ്മൾ പഠിക്കുന്നുള്ളൂ ഊർജ്ജത്തിന്റെ. പക്ഷെ അതാരുടെ ഒരാൾ ഉള്ളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇൻസിയങ്ങൾ വേളയിലാണ് ഇതിന്റെ ആദരം. അപ്പൊ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ രാവിലെ അവിടുന്ന് എണീറ്റപ്പോ നമുക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു ഇച്ഛയുണ്ടായി, ആഗ്രഹമുണ്ട്. അതെ, എവിടെ വെച്ചാൽ എത്ര മണിക്കാന്നൊക്കെ അപ്പൊ നമ്മൾ ചോദിച്ചു. അപ്പൊ ജ്ഞാനശക്തിയായി. പിന്നെ നമ്മൾ ഓടിക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുമ്പോൾ അത് ക്രിയാശക്തി. പ്രപഞ്ചത്തിലെല്ലാം ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ടാണ് ഊർജം, ശക്തി പ്രവർത്തിക്കുന്നത്. ആദി പരാശക്തി പ്രവർത്തിക്കുന്നത്. ഇത് ആനന്ദ ലക്ഷ്യമാക്കിയിട്ടാണ്, ശിവനാകുന്ന ആനന്ദത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ശക്തി പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്താ? വരാൻ തീരുമാനിച്ചു ഇവിടെ വരുമ്പോൾ എന്തൊക്കെയോ അറിവ് കിട്ടും, അപ്പോൾ ആ ആനന്ദം കിട്ടുമെന്നുള്ള ഒരു ധാരണ. ഒരാളെ കൊല്ലുന്ന എന്തിനാണ്? അവിടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഉണ്ട് അല്ലേ? എങ്ങനെ കൊല്ലണം അല്ലെ? അതുകൊണ്ടാക്കി ആദ്യം ആഗ്രഹം പാത്തിരുന്നിട്ട് ഒളിച്ചിരുന്നിട്ട് വരുമ്പോ ചാടി വീണ് കുത്തിക്കൊല്ലാം. അപ്പൊ പ്ലാനിങ് അതുകൊണ്ടായി എങ്ങനെ കൊല്ലണം. വരുമ്പോ അത് കൊല്ലുന്നു. കൊല്ലുമ്പോ ക്രിയാശക്തി ആക്റ്റീവാകും. കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു. എന്തിനാണ്? ഒരു സുഖം, ആനന്ദം. ആ പ്രതികാരം തീർത്ത് കഴിയുമ്പോ ഒരു സുഖം, ആനന്ദം. ആനന്ദം ലക്ഷ്യമായി
ശിവനാകുന്ന ആനന്ദത്തെ ബേസ് ചെയ്തിട്ടാണ് ശക്തി മൂവ് ചെയ്യുന്നതെല്ലാം. ഒരു വലിയ മുതലാളി ഒരു BMW കാർ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വലിയ ബിസിനസ് ചെയ്യും, കൺസ്ട്രക്ഷൻ കമ്പനി. അദ്ദേഹത്തിന്റെ BMW കാർ എന്നുള്ള ടാർഗറ്റ് നേടാൻ വേണ്ടി അദ്ദേഹത്തിന് ആളുകൾക്ക് ഇത്ര എമൗണ്ട് ശമ്പളം തരാന്ന് പറഞ്ഞു, ഇൻസെന്റീവ് തരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് താഴെ 100 പേര് പ്രവർത്തിച്ചു. അവരവരുടെ കാറ്, ബൈക്ക്, സാധാരണ ചെറിയ മാരുതി കാറ്, ബൈക്ക്, അതുകൊണ്ടൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് അവർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലായി. അവർ പ്രവർത്തിച്ചു. എന്തിനു വേണ്ടി? ആനന്ദത്തിന് വേണ്ടി. എന്താ ഈ കാറ്, ബൈക്കും ഒക്കെ കിട്ടാൻ വേണ്ടി. അപ്പൊ ഈ മുതലാളിക്ക് അയാളുടെ വലിയ കാലമുള്ള ആനന്ദം ലഭിക്കും. അപ്പൊ ആ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ശക്തി പ്രവർത്തിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞ പിടിയിട്ടില്ലേ? സത്യത്തിൽ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്താണ്? ആനന്ദമാണ്. ഒരു സാധാരണ ഒരു മൊബൈലിന് 10,000 രൂപ വിലയെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ആയിരിക്കും 30,000 രൂപ വിലയുള്ള ഫോൺ. ആ ഫെസിലിറ്റിയാണോ 1,00,000 രൂപ വിലയുള്ള ഫോൺ? കൂടുതൽ വില കൊടുക്കുന്നതോറും കൂടുതൽ എന്തുണ്ടാകുന്നു? സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. കൂടുതൽ സ്റ്റോറേജ് സ്പേസിനുള്ള സ്വാതന്ത്ര്യം, കൂടുതൽ സമയത്തിന്റെ സ്പീഡ്, സമയ സ്വാതന്ത്ര്യം, പല വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ കൂടി വരും പണം കൂടുതൽ കൊടുക്കുന്നതോറും. ശരിയാണോ? അല്ലേ? അപ്പൊ 1,00,000 രൂപയുടെ മൊബൈൽ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ സ്വാതന്ത്ര്യം. ഇതിന് 30,000 രൂപയുടെ സ്വാതന്ത്ര്യം, ഇതിന് 10,000 രൂപയുടെ സ്വാതന്ത്ര്യം. ഇങ്ങനെ പറയുന്നതോ? പറഞ്ഞൂടെ? സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? ആനന്ദമാണ്. എന്റെ ഉള്ളിൽ സുഖം ഉണ്ടാക്കുന്നതാണ് സ്വാതന്ത്ര്യം. 10,000 രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ സുഖമാണോ? ഇത് 30,000 രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. ആ ആനന്ദമാണോ 1,00,000 രൂപയുടെ മൊബൈൽ ഉപയോഗിക്കുന്നത്? അപ്പൊ സത്യത്തിൽ വിൽക്കപ്പെടുന്നത് എന്താണ്? 1,00,000 രൂപയുടെ ആനന്ദം, 30,000 രൂപയുടെ ആനന്ദം, 10,000 രൂപയുടെ ആനന്ദം. ആനന്ദമല്ലേ ഇരിക്കുന്നത്? ആണോ? അപ്പൊ എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നു. ആ ആനന്ദം ഉണ്ടാക്കുന്നതെല്ലാം സുന്ദരമായി പോകുന്നു. ഒരു സ്ത്രീ എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നു, മറ്റൊരാളുടെ ചെറുപ്പത്തെ ഒരു പുരുഷന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടാവും. അപ്പൊ എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നതാണ് എനിക്ക് സുന്ദരമായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞാല് നല്ല പെൺകുട്ടിയല്ലേ, നോക്കി സുന്ദരിയല്ലേ, നിനക്ക് കണ്ണില്ല, സുന്ദരിക്കുന്ന അയ്യേ അല്ലേ? ഒരാൾക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നിക്കാറുണ്ട്. എന്താ? ഒരാളുടെ ഉള്ളിൽ ആ ഫിഗർ, ആ മുഖം സൗന്ദര്യം, ആനന്ദം ഉണ്ടാക്കി. മറ്റേ ഉള്ള ആളുടെ ഉള്ളില് ആ മുഖം ആനന്ദം ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് സുന്ദരമായി തോന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കുന്നത് പുറത്ത് സുന്ദരമായി തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളില് ആനന്ദം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്നത് എന്തോ അതാണ് സൗന്ദര്യം. സൗന്ദര്യമുള്ള അത് ഒരു കാര്യത്തിലാണ് സൗന്ദര്യമെങ്കിൽ, ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതത്തിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി ആഴത്തിൽ ഉറങ്ങുമ്പോഴും 3 കാലഘട്ടത്തിലും, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ആഴത്തിൽ ഉറങ്ങുമ്പോഴും 3 ലോകത്തും സൗന്ദര്യമുള്ള പോലെ ത്രിപുര സുന്ദരി എന്ന് പറയുന്നു. ആ ത്രിപുര സുന്ദരി എന്റെ ഉള്ളിലെ ആനന്ദം നിറയ്ക്കുന്നു, ആനന്ദത്തെ ഉണർത്തുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലെ ആനന്ദത്തെ ഉണർത്തുന്നതാണ് സൗന്ദര്യമുള്ളത്, സുന്ദരി, ത്രിപുര സുന്ദരി. അതാണ് ശ്രീവിദ്യാ സാധനയിലെ പ്രധാന ദേവത, ത്രിപുര സുന്ദരിയാണ്.
ത്രിപുര സൗന്ദര്യ, ത്രിപുര സുന്ദരി. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ആനന്ദത്തെ ഉണർത്താൻ വേണ്ടിയാണ് ഈ പദ്ധതി ഉപയോഗിക്കുന്നത്. ആനന്ദം ഇല്ലാതാക്കുന്ന ആരാണ്? നെഗറ്റീവ് എനർജികളാണ്. ജപം മാത്രം ഉറക്കെ ചെയ്താൽ മതി. അത് ചെയ്യാതെ ബാക്കിയെല്ലാം ചെയ്യുവാണ്. പരിപാടികൾ കൊടുക്കും, അല്ലെ? ആഗ്രഹമായിരിക്കും, അത് എല്ലാം ചെയ്യും. എന്തായിരുന്നു ലഭിക്കാൻ സമയമില്ല. മൊബൈൽ നോക്കി 1 മണിക്കൂർ കളയാൻ പറ്റുമെന്നില്ല. ജപിക്കാണ്ടിരിക്കുമ്പോഴാണ് എല്ലാം ഓർമ്മ വരുന്നത്. സമയമില്ല, എനിക്ക് അതിന് മാത്രം സമയം, ബാക്കി എല്ലാത്തിനും സമയം. അതൊരു മൂലമന്ത്രം റിപ്പീറ്റഡ് ആയിട്ട് ജപിക്കണം. ചില പറയും ഞാൻ മനസ്സിൽ ജപിക്കും. കാര്യമില്ല, മനസ്സിൽ ചിന്തകളാണുള്ളത്. മനസ്സിലെങ്ങനെയാണ് ജപം നടക്കുക? പറ്റത്തില്ല. ഉറക്ക ജപിക്കുമ്പോഴേ സൗണ്ട് ആക്റ്റീവ് ആകത്തുള്ളൂ, കേൾവി ആക്റ്റീവ്, കാഴ്ച ആക്റ്റീവ്. അപ്പൊ ചിന്തകൾ സ്റ്റോപ്പാണ്. ഇല്ല, ജപിക്കുകയാണ് ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ ജപമാവൂ? ജപം ചിന്തിച്ചുകൊണ്ട് ജപമാക്കണം. പ്രാണനുള്ളില് ആ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണം. അപ്പോഴേ ഒരു ദേവത ഉണ്ടാകത്തുള്ളൂ. പ്രാണനുള്ളിൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ പുറത്തുറക്കെ ജപിച്ചിരിക്കണം. ആ വൈബ്രേഷൻ പിടിക്കണം. അപ്പോഴേ ഉള്ളിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ആ ജപിക്കുന്നത് എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്ത പോലും വെക്കരുത്. അതൊരു ബിസിനസ് ഡീലാണ്. ദേവതയായിട്ട് ഞാൻ ഇത്രയൊക്കെ ദേവതയെ പുകഴ്ത്താം, അപ്പൊ എന്റെ ഈ പ്രശ്നം മാറ്റിത്തരണം, വസ്തു വിറ്റ് തരണം, കല്യാണം നടത്തി തരണം. അത് ശരിയാവും? ദേവതയായിട്ട് ബിസിനസ് ഡീൽ ചെയ്യുന്ന നമ്മൾ അത് ഈശ്വരനുമായിട്ട് ഈക്വൽ ആയിട്ടുള്ളവരെല്ലാം ബിസിനസ് ഡീലൊക്കെ ചെയ്യുന്നു. പ്രയോജനം ഇല്ലാത്തത് മന്ദബുദ്ധികൾ പോലും ചെയ്യത്തില്ലെന്ന് പറയും. അപ്പൊ പിന്നെ പ്രയോജനം ഇല്ലാതെ ചെയ്യാൻ തോന്നണം. ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? കണ്ടീഷൻഡ് ലവ് അല്ല, അൺകണ്ടീഷണൽ ലവ് അല്ലേ? ഈശ്വരനുമായി അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിൽ മാത്രമേ ജപം വർക്കൗട്ട് ആകത്തുള്ളൂ. ഭാര്യ ഭർത്താവ് അൺകണ്ടീഷണൽ ലവ് ഉണ്ടോ? ഒരാൾ പറഞ്ഞു, ഞാൻ പക്ഷേ എന്റെ ഭർത്താവുമായിട്ട് ഭയങ്കര സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്. ഞാൻ ചോദിച്ചു, ഭർത്താവ് എന്താ ജോലി? ഭർത്താവ് ഗൾഫിലാണ്. ശരി, ഭയങ്കര സ്നേഹമാണ്. അതെ, ഭയങ്കര സ്നേഹം. അപ്പം ഭർത്താവ് വന്നിട്ട് തിരിച്ചു പോകാനാ നേരം എല്ലാ പ്രാവശ്യവും പറയത്തില്ലേ, ചേട്ടാ പോകണ്ട ചേട്ടാ, നമുക്ക് ഇവിടെ ഒന്നും കൂടാ, എനിക്ക് ചേട്ടനെ കാണാതിരിക്കാൻ വയ്യ, നീ എന്നാ വരുന്നത്, എനിക്ക് സങ്കടമാണെന്നൊക്കെ പറയാറില്ലേ? തീർച്ചയായിട്ടും പറയാറുണ്ട്. എല്ലാ പ്രാവശ്യം പറയും. എന്നാൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ചേട്ടൻ പറയുന്നു, പ്രിയേ, നിന്റെ ആഗ്രഹത്തെ മാനിച്ച് ഞാൻ ഇനി ഗൾഫിലോട്ട് പോകുന്നില്ല എന്ന് പറയുക. പണിയെടുത്തേ പറ്റത്തുള്ളൂ മനുഷ്യ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ സ്നേഹവും അതൊക്കെ ആഗ്രഹത്തിന് പറഞ്ഞു എന്ന് പറയൂലേ? പറയണം. പക്ഷെ കുഞ്ഞുങ്ങൾ എത്ര ഉപദ്രവിച്ചാലും അമ്മ പാല് കൊടുക്കാതിരിക്കും. മുല കയറി കടിക്കും. കുഞ്ഞുങ്ങൾ കടിച്ച് വേദന എടുത്ത് കണ്ണീന്ന് വെള്ളം വന്നാലും നീ കടിച്ചത് അല്ലെങ്കിൽ ഞാൻ മല തരത്തില്ലാന്ന് പറയുമോ, അമ്മഞ്ഞ തരത്തില്ലാന്ന് പറയുമോ? ഇല്ല. കരഞ്ഞോണ്ടാണെങ്കിലും കൊടുക്കും. അത് അൺകണ്ടീഷണലല്ലേ? നമുക്ക് അതുപോലെ ഈശ്വരനെ സ്നേഹിക്കാൻ സാധിക്കുന്നത് മാത്രമേ തലയിൽ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് പോസിറ്റീവ് ആവത്തുള്ളൂ. അങ്ങനെ പോസിറ്റീവ് ആയെങ്കിൽ നെഗറ്റീവ് കെമിക്കൽ ഉണ്ടാക്കുന്ന ബാധകൾക്ക് കയറാൻ പറ്റാതെ വരത്തുള്ളൂ. അങ്ങനെ അത് കിടക്കണേ. അല്ലാതെ ഒരു ദേവത ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അങ്ങനല്ലത്. ഇതിന്റെ സയൻസ് പഠിക്കണം. അതാണ് നമ്മൾ ഇത് സയന്റിഫിക് ആയിട്ട് എല്ലാ ആളുകളിലും ഇത് എത്തിക്കണം എന്ന് പറയുന്നത്. താഴെ തട്ടിൽ വരെ നീ എന്റെ കാലഘട്ടമാ, പഴയ കാലം കഴിഞ്ഞു. ഇനിയുള്ള കുട്ടികളൊന്നും ചുമ്മാ കണ്ടുകിട്ടിയാലൊന്നും ഇത് ചെയ്യത്തില്ല.
നഷ്ടപ്പെട്ടു പോതേ ഉള്ളൂ. കാര്യം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നവർ എങ്ങനത്തെ കുട്ടികൾ? കാരണം പറ, എന്നാ ചെയ്യാം. അതൊരിക്കലും ചെയ്തേ പറ്റും. അന്ന് പള്ളി പറയത്തേ ഉള്ളൂ. അങ്ങനെ പള്ളി പറയാം, പള്ളിയിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ പക്ഷെ അല്ലേ, സയന്റിഫിക് ടെമ്പറിനോട് കൂടി കുട്ടികൾ സമീപിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. നമ്മൾ ആദ്യം പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. ശാസ്ത്രീയ വശം. അപ്പൊ അവിടെ നമ്മള് ഉറക്കെ ജപിക്കുമ്പോഴുള്ള ഗുണം, നാട്ടുകാർ നമുക്കെതിരാവും, നമ്മൾ അവർക്കെതിരെ ആഗ്രഹം ചെയ്യുവാനും പുതിയ കലഹങ്ങളുണ്ടാകും. ഇന്നത്തെ അവസ്ഥ പണ്ടത്തെ കൊണ്ട് ഉറക്കെ ജപിക്കാനുള്ള ആഗ്രഹം നമുക്കില്ല. നീ എന്തിനാണ് ഉറക്കെ ജപിക്കുന്നത്? അത് എന്റെ ഇഷ്ടമാണ്. പോലീസ് കേസാണ്. ഒന്നുമില്ലല്ലോ, അവർ പോയി പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നല്ലവരെ കണ്ട് നമുക്ക് എതിരായിട്ട് ചെയ്യാൻ പറയും. അപ്പൊ ഉറക്കെ ജപിക്കണ്ട, നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ മന്ത്രം ജപിക്കണം. നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ മന്ത്രം ജപിച്ച് നിന്നാൽ ഈ വൈബ്രേഷൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വൈബ്രേഷൻ ഉള്ള അത്ര ഏരിയയിൽ നെഗറ്റീവ് കയറാൻ പറ്റും. അത് ഇങ്ങനെ വൈബ്രേഷൻ അത് ചെയ്യാതെ നമ്മൾ മനസ്സിൽ ജപിച്ചിട്ട് കാര്യമുള്ളൂ. എന്റെ എല്ലാ കാര്യവും ഈശ്വരൻ അറിയാമല്ലോ. ഇതെല്ലാം രീതിയിൽ ആളുകൾ പറയുന്നത്. പിന്നെന്തിനാ ഞാൻ ജപിക്കുന്ന ഈശ്വരനോട്? കേൾക്കുമ്പോൾ ശരിയാണല്ലോ, അത് ശരിയാണല്ലോ, ഈശ്വരനെല്ലാം അറിയും. പിന്നെന്തിനാ ജപിക്കുന്നത്? എനിക്ക് ആ സഹായം ആവശ്യമുണ്ടെന്ന് അറിയാം, ഞാനിപ്പോ ബുദ്ധിമുട്ടില്ലാന്നറിയാം. ഇതൊന്നും അറിയാത്ത ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ. പക്ഷെ എന്നാലും പിള്ളേരെ ചോദിച്ചു കളയും. ജപിക്കാതിരിക്കാൻ എന്തുണ്ട് മാർഗം? ഇത്രേ റിസർച്ച് ചെയ്യുന്ന ഹിന്ദുക്കളല്ലാത്തവർക്ക് ലോകത്ത് കാണില്ല. ജപിക്കാതിരിക്കാൻ, അമ്പലത്തിൽ പോവാതിരിക്കാൻ, പ്രാർത്ഥിക്കാതിരിക്കാൻ എന്തൊരു ടെക്നിക്കുണ്ടാകും. മിഷീൻ വരെ വേണം കണ്ടിട്ടുണ്ട്. അതില് അത്രയ്ക്ക് മടിയന്മാർ. ജപിക്കാതിരിക്കാൻ അങ്ങനല്ല. ഈശ്വരന് ഒരു സാധനം ഇല്ലെങ്കിലും ഈശ്വരനെല്ലാം അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ഈശ്വരൻ ഉണ്ടെങ്കിലല്ലേ. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നില്ലല്ലോ നമ്മൾക്ക്. ഈശ്വരനെ ഇല്ലെന്നാണല്ലോ. പിന്നെന്താണ്? അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മമാണുള്ളത്. നിർഗുണ പരബ്രഹ്മം. അതുകൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ, നിർഗുണമാണ്. അതൊരു ബോധമാണ്. പിന്നെന്താ ഉള്ളത്? പിന്നെ ഈ പ്രാണനുണ്ട്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വർക്ക് ചെയ്യുന്ന എനർജി ഉണ്ട്. എനർജി ഉണ്ടോന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതുണ്ട്. അത് അക്ഷത്താണ്. കറക്റ്റ് എനർജി ഉണ്ട്. അന്തരീക്ഷത്തിൽ എനർജി ഉണ്ടല്ലോ. അത് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അറിയാമല്ലോ. അറിയാം, സുനാമിയായിട്ടൊക്കെ വരാറുണ്ട്. ശരി. പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അറിയാമോ? അത് നല്ലതായിട്ട് അറിയത്തില്ല. അത് പഠിക്കാനേ പറഞ്ഞോളൂ. അതിന് പോസിറ്റീവായിട്ട് എനർജിയെ എടുക്കണ്ടേ? വേണം അല്ലേ? കാരണം ഇതിനെ പോസിറ്റീവ് ആക്കി എടുത്തോണ്ടല്ലേ എനിക്കിപ്പോ ഈ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ എനർജി പോസിറ്റീവ് ആക്കി എടുക്കാനൊരു ഒരു പദ്ധതിയാണ് അത്രേ ഉള്ളൂ. ഈശ്വരനെല്ലാം അറിയാമല്ലോ. അതല്ലേ പറഞ്ഞ ഈശ്വരനില്ലല്ലോ, ഈശ്വരനെ ഇല്ലല്ലോ. പിന്നെ ഈശ്വരനെ പറ്റി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശക്തിയുണ്ട്, ഊർജം. ആ ഊർജം കാലം കൂടെ ഇങ്ങനെ രണ്ട് കാലം കൂടെ കയറി കുട്ടികളെ സൃഷ്ടിക്കുന്ന ഓർഗനുള്ള ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെ ബ്രഹ്മാവ് വിളിക്കുന്നുണ്ട്. ആ ഊർജം സ്വാധിഷ്ഠാനത്തില് അവിടുന്ന് ഹാർട്ടിലൂടെ അനാഹരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതിനെ വിഷ്ണു എന്ന് വിളിക്കുന്നത്. സ്നേഹത്തിന്റെ ഊർജം. 10 പേരെ സ്നേഹിച്ച് 10 പേരെ കൊണ്ട് സ്നേഹിച്ച് വർക്ക് ചെയ്യുന്ന ആളിന് കിട്ടുന്ന ലക്ഷ്മി അല്ല 1000 പേരെ മാനേജ് ചെയ്യുന്ന മാനേജർ അല്ലേ? മോട്ടിവേഷൻ കൊടുത്ത് വർക്ക് ചെയ്യുന്നത്. ഈ മോട്ടിവേഷൻ എനർജിയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ ഭാര്യയാണ് ലക്ഷ്മി. വിഷ്ണു ആക്റ്റീവായ ലക്ഷ്മി. അപ്പൊ കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? ഉണ്ട്. എല്ലാവർക്കും കാശ് വേണ്ടാത്ത ആരെങ്കിലും. പക്ഷെ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാശ് ഉണ്ടാക്കാനുള്ള
സിമ്പിൾ. ഇവിടെ ക്ലിയർ ആയിട്ട് കാശ് ഉണ്ടാക്കാനുള്ള മാർഗമുണ്ട്. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത്. അത് ഈ വിഷ്ണു ആക്റ്റീവായ ലക്ഷ്മിയെ കിട്ടും. വിഷ്ണു ലക്ഷ്മി വളരെ ബന്ധമാണ്, അല്ലേ? ആളുകൾ സ്നേഹിച്ച കാശ് കിട്ടും, ആളുകൾ സ്നേഹിച്ച കാശ് കിട്ടും. ചുമ്മാ സ്നേഹിച്ചാൽ മതി. ഇവിടെ ഏറ്റവും ആളുകൾക്ക് ആവശ്യം എന്താണോ, അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ ആളുകളുണ്ട് താമസിക്കുന്ന സ്ഥലം. ഈ ആളുകൾക്ക് ഇവിടെ എന്താണ് വേണ്ടത്? അവരുടെ വിഷമം എന്താണെന്ന് ആദ്യം ആലോചിക്കും. ആദ്യം അവരെ അങ്ങോട്ട് സ്നേഹിക്കണം. ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാകുന്ന സ്നേഹം കൊണ്ട് അങ്ങോട്ട് പൊടിയണം. സ്നേഹം കൊണ്ടുവരണം. പാവം ആൾക്കാർ, നല്ല ആൾക്കാരും എല്ലാം. അപ്പൊ ഇവർക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കുന്നു. ഇവിടെ ഒരു കടയില്ല, ഇവിടെ പലചരക്കട ഉണ്ടെങ്കിൽ ആള് കാരണം വരെ നടക്കണം. വില കുറച്ച് നല്ല സാധനം ഇവിടെ വന്ന് വാങ്ങിക്കാൻ പ്രായമായവർക്ക് അവിടെ വരെ പോകണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പലചരക്കട ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ഒരു കട ഇട്ടാൽ അവരുടെ ജോലി എളുപ്പമാവും, അല്ലെ? ഫുഡിന്റെ കട അതൊരു പരിഹാരമാണ്, അല്ലേ? അവരുടെ പ്രയാസത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചു. അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിജയിക്കുക കച്ചവടം. അപ്പൊ എല്ലാ സക്സസ്ഫുൾ ബിസിനസ്സുകളും വിജയിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ബുദ്ധിമുട്ട്, പെയിൻ മനസ്സിലാക്കിയുള്ള പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കുമ്പോഴാണ്. ശരിയാണോ? അല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ബിസിനസ്സുകളൊന്നും ശാശ്വതമായി വിജയിക്കാറില്ല. താൽക്കാലിക ലാഭം ഉണ്ടാക്കിയാൽ കസ്റ്റമറിനെ പറ്റിച്ച ഒരു ബിസിനസ് ഇന്ന് നിലനിന്നിട്ടില്ല കേട്ടോ. ആദ്യം കുറച്ച് കാശൊക്കെ കിട്ടും, പിന്നീട് അതും കൂടെ ചേർത്ത് നഷ്ടമാവും, അല്ലേ? ആളുകൾക്ക് വേണ്ടത് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ് പരാജയപ്പെട്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് കട നടത്തിക്കൊണ്ടിരുന്ന ഇക്കയുണ്ടാക്കി. പുള്ളി വിളിച്ച് കാര്യമായിട്ട് സ്നേഹമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ശത്രുവൊന്നും അല്ലെന്ന് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ ഹൃദയം തുറന്നപ്പോൾ ചോദിച്ചു, എന്റെ ബിസിനസ് പൊട്ടിപ്പോയാൽ കാരണം എന്താണ് ചോദിച്ചപ്പോ മറ്റേയാൾ പറയാണ്, നിങ്ങൾക്ക് ആളുകൾക്ക് വേണമെന്ന് തോന്നിയ കാര്യങ്ങൾ എടുത്തു വെച്ചാണ് നിങ്ങൾ വിറ്റത്. മിക്കയോ ഞാൻ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു വെച്ചാണ് വിറ്റത്. നമ്മൾ വ്യത്യാസം എന്താണ്? പരാജയപ്പെട്ട ആളുകൾക്ക് വേണമെന്ന് തോന്നിയ സാധനങ്ങൾ എടുത്തു വെച്ചാണ് വിറ്റത്. മറ്റേ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചാണ് വിറ്റത്. എന്താ വ്യത്യാസം? നമ്മളെടുത്ത് വെച്ച് അയ്യോ നമ്മൾ പറ്റിച്ച് ആരും വിറ്റുപോയില്ല എന്ന് പറയുന്നു. മറ്റേ ആൾ റിപ്പീറ്റഡായിട്ട് അവര് താതാത്മ്യ സ്നേഹത്തിലൂടെ അവരുടെ യഥാർത്ഥ പ്രശ്നം ചോദിക്കാൻ. അപ്പൊ ഇയാളുടെ ആൾക്ക് കാശുണ്ടാക്കുന്നേ ഉള്ളൂ. മറ്റേ ആളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. അതിനുവേണ്ടി ആളുടെ യഥാർത്ഥ പ്രശ്നത്തിന് തന്നെ താതാത്മ്യ ഭാവത്തിൽ വന്ന് അയാൾ ചോദിച്ചപ്പോ അയാളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കി അത് കൺഫേം ചെയ്തിട്ട് ഈഗോ മാറ്റി വെച്ച് ആ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോ അവിടെ വിൽക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ബിസിനസ്സുകാരനായുള്ള പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് കണ്ടതാണ്, സ്വന്തം അനുഭവം പറഞ്ഞതാണ്. പിന്നെ അതൊരു വഴിത്തിരിവായിരുന്നു. അയാളൊരു വലിയൊരു ബിസിനസ്സുകാരനായി മാറി, വലിയൊരു കോടീശ്വരനായിട്ട് മാറി, വലിയൊരു ബിസിനസ് സ്ഥാപനം കൊണ്ടുവരാ. പേര് മറന്നു, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. നമ്മളന്ന് തീരുമാനിക്കുവാണ് എന്റെ ഭാര്യയ്ക്ക് ഇന്നതാണ് വേണ്ടത്, എന്റെ മകൾക്ക് ഇന്നതാണ് വേണ്ടത്, നാട്ടുകാർക്ക് ഇന്നതാണ് വേണ്ടത്. നമ്മളെ തീരുമാനിക്കുകയാണ് അവിടെ. നമുക്ക് എന്ത് റൈറ്റാ ഉള്ളത്? എന്നിട്ട് നമ്മൾ പ്രവർത്തിച്ചൊന്നും നമ്മളെ ആർക്കും വേണ്ടെന്ന് നമ്മൾ പറയുന്നു. നമ്മളെയും വേണ്ട, നമ്മുടെ സാധനങ്ങളും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയണം. ഞാൻ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് എന്താണ് കൊടുക്കുന്നത്, അല്ലേ? ആരെങ്കിലും മക്കൾക്കും വേണ്ടിയിട്ട് രാമാന്തിയോളം പണിയെടുക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടു.
അവസാനം ഇതിനൊക്കെ തള്ളിപ്പോയി. കാരണം എന്താ, നിങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോയില്ല. പൈസ ഉണ്ടാക്കാതെ ഞാൻ ആർക്കും വേണ്ടിയാണ് പോകുന്നത്. ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല. കുട്ടികളെ കളിക്കുന്ന പോലെ ഇല്ല. പല ആൾക്കാരും കുട്ടികൾക്ക് അച്ഛനുമായിട്ടൊരു ബന്ധമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ നീ ആ മോനെ 15 രൂപ ഇട്ടുതരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ തരുവ കൊള്ളാം. നീ ചോദിക്കരുത്, നീ വേണ്ടല്ലേ ബന്ധം അല്ലേ? നമ്മൾ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെന്ന് കൈ മറന്ന് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ഈഗോസും കാര്യങ്ങളും ചിന്തകളോ ആശയങ്ങളോ ആണ് നമ്മുടെ ഉള്ളിൽ. അവിടെ ദേവിക്ക് പോലും പ്രവേശിക്കാൻ സ്ഥലമില്ല. ഉണ്ടോ? ദേവി പോലും നമ്മൾ ലിസ്റ്റ് കൊടുത്തിരിക്കുക, എന്നെ ഇങ്ങനെയൊക്കെ സഹായിച്ചോളാം. എന്നിട്ട് ദേവി ദേവിയെ പോലും നമ്മള് ലിസ്റ്റുമായിട്ടാണ് സമീപിക്കുന്നത്. ദേവി ഇങ്ങനെയൊക്കെ വേണം എന്നെ സഹായിക്കുന്നത്. അതിന്റെ ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് ബ്ലൂ പ്രിന്റ് ഈ രീതിയിലൊക്കെ എന്നെ സഹായിക്കും കേട്ടോ. അത് നമ്മൾ തുടങ്ങുന്ന ഒരു സംവിധാനമാണ്. അത് പരാജയമാണെങ്കിലും ദേവി ഇതെന്താ ശരിയാക്കി തരാം. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് രാവിലെ വൈകിട്ട്. ആണെന്നാണ് മനസ്സിലായ ദൈവങ്ങളാണ് അല്ലേ? ഇത്രയും പുകഴ്ത്തിയിട്ട് എനിക്കിതാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ സെയിൽ കണ്ടോ? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. ഇഷ്ടമാണ്. അതാ പോയി ഈ ബിസിനസ് ഈ ചെയ്തോണ്ടിരിക്കുന്ന സാധനമാണ് നിന്റെ നാശം. അത് നിർത്തിയാൽ നീ രക്ഷപ്പെടും. അത് എങ്ങനെ ദേവി ഏതായിരിക്കും പറയുന്നത്? എല്ലാവരുടെയും കേസല്ലായിരുന്നു, ചില കേസുകളിലെ കാര്യം പറഞ്ഞു. അവര് വിചാരിക്കുന്നതായിരിക്കും അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോ അത് കിടത്തില്ല, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, നശിച്ച് ഒക്കൊണ്ടിരിക്കും. കടം പിടുത്തങ്ങളായിരിക്കാം. ദേവി പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, വീട് ജപ്തി ചെയ്ത് പോകാൻ. ആദ്യം ജപ്തി ചെയ്യാൻ വന്നു. അപ്പൊ ഇയാളെ കൊണ്ടുപോയി ഒരു സാധാരണ ഒരു ദേവതയുടെ മറ്റൊരു ഇപ്പോഴത്തെ വീട്ടിലെ മാർക്കറ്റിംഗ് ദേവതയുണ്ട്. ആ ദേവതയുടെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുന്ന് വഴിപാടൊക്കെ ചെയ്തു. അപ്പൊ നെഞ്ചിന് വേദനയായിട്ട് ജപ്തി ചെയ്യാനുള്ള ആൾ വന്നില്ല. അത് വേറെ അയാൾ മാറി വേറൊരാൾ വന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ജപ്തി എന്ന് പറഞ്ഞു വന്നു. അപ്പോഴും ഇവിടെ പോയി കണ്ടു, അയാളുടെ വണ്ടി ഇടിക്കുക അയാളും വന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അവിടെ പോകുന്നു, ഇയാളുടെ പ്രശ്നങ്ങൾ മാറുന്നു. വീട്ടുകാർക്ക് ആർക്കെങ്കിലും അസുഖം വരും, ഇയാൾ പോവും, മാറും. അങ്ങനെ ഇത് മാറ്റി ഇത് അടിക്കടി ആഴ്ചയായി ദിവസം 3 ദിവസം കൂടുമ്പോഴായി പ്രശ്നങ്ങൾ വരുന്നതും മാറ്റലും. അപ്പം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കക്ഷി, ശ്രീവിദ്യ ചെയ്യുന്ന ഒരു കക്ഷി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ് ഉണ്ട്, ഇതുവരെ ജപ്തിയായി പോയിട്ടില്ല വീട്, ഇങ്ങനെ തെളിപ്പള്ളി കുടുംബമാണ്. എനിക്ക് ഭയങ്കര വീട്ട് കുടുംബമാണ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ശ്രീവിദ്യ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ലളിതസഹസ്രനാമം ദേവി ഉപാസനയ്ക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ മറ്റേ കക്ഷി പറഞ്ഞു, അതൊന്നും അല്ല ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, ഈ ദേവതയാണ് ഉപാസിക്കുന്നത്. ശരി, അതിനൊന്നും എന്താ ഗുണം? എനിക്ക് വരുന്ന എല്ലാ പ്രശ്നവും മാറുന്നുണ്ട്. 3 ദിവസം കൂടുമ്പോൾ വരുന്ന പ്രശ്നം എല്ലാം മാറുന്നുണ്ട്. മറ്റേ ആൾ പറയും, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാതെ ഇല്ല കുറച്ചാളായി. അല്ല, പ്രശ്നമൊക്കെ വന്നാൽ ഒരു മിനിറ്റത്തേക്ക് മനസ്സിൽ നിൽക്കത്തുള്ളൂ ടെൻഷൻ. അത് കഴിയുമ്പോൾ അത് മാറും. ഞങ്ങൾ തന്നെ മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ജയിച്ചു കഴിയുമ്പോൾ, ഓ അത് ശരി, നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പൊ ഈ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പോഴാണ് ഇയാളൊക്കെ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, ഈ 3 ദിവസം കൂടുമ്പോൾ പ്രശ്നം വരുന്നു, നിങ്ങൾ മാറ്റുന്നു പറഞ്ഞു. ഈ 3 ദിവസം കൂടുമ്പോൾ ഉള്ള പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു ഇല്ലോ? അപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? ഈ ദേവത തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് വീട്ടില്.
എന്തിനാ അതിനെ പോയി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കണം, പൈസ കൊടുത്ത് ആരാധിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ഈഗോയുടെ പുറത്ത് നിൽക്കുന്നവരാണ്. എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് അവരുടെ ഒരു സ്റ്റാൻഡ്. അവരെ പുകഴ്ത്തണം എപ്പോഴും. അതാണ് പ്രശ്നമില്ലേ? അങ്ങനെ ഈ വ്യക്തി ശ്രീവിദ്യയിലും മന്ത്രദീക്ഷയും മറ്റേതെല്ലാം വേണ്ടാന്ന് വെച്ച് ശ്രീവിദ്യയിലും മന്ത്രദീക്ഷയും ദീക്ഷ എടുത്ത് ഉപാസന തുടങ്ങി. തൊട്ടടുത്ത മാസം ആദ്യം വസ്തു മുഴുവൻ ജപ്തി ചെയ്തങ്ങ് പോയി. ഓ, ഭയങ്കര സങ്കടമായി പോയി. ഇത്രയും നാളും ഈ മറ്റേ സാധനം സംരക്ഷിച്ച് വസ്തു ജപ്തി ചെയ്ത് പോയി. ശ്രീവിദ്യ ദീക്ഷ എന്തൊരു വാതകമായി പോയി. പിന്നെ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുകയാണെന്ന് പറയട്ടെ അല്ലെ? നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. എല്ലാം തടസ്സമായി പോയി. പുള്ളി ആരോ തകർന്ന് നിൽക്കുവാണ് പറഞ്ഞ് നിങ്ങള് എന്തെങ്കിലും ഒക്കെ നല്ലതിനായിരിക്കും. ഇപ്പൊ ഇതിനുള്ളെന്നോ നല്ലത് എല്ലാം പോയി കഴിഞ്ഞിട്ട് നല്ലത് വന്നിട്ടുണ്ട്. അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന കൊച്ചിലെ പോലെ കളിച്ചു വളർന്ന വസ്തുവാണ്. അത് പോകാതിരിക്കാൻ എത്രയും നോക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി, ജോലി സ്ഥിരമാവുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. ആത്മഹത്യ ചെയ്ത ആളെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ ജപം നിർത്തരുത്. കാരണം ഇത് എന്തെങ്കിലും നല്ലതിനായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുക. ഒരുപാട് പേര് രക്ഷപ്പെട്ട പദ്ധതിയാണ് ഇത്. രാജാക്കന്മാർ ഉൾപ്പെടെ ഉപാസിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ്. കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, മൂകാംബികയൊക്കെ പവർ ശ്രീയന്ത്രമാണ്, ശ്രീവിദ്യയാണ് ഇരിക്കുന്നത്. ആ പദ്ധതിയാണ് നന്നായിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇത് രഹസ്യവിദ്യയാണ്. ഇന്നിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ട് ഭാഗ്യമായിട്ട് വിചാരിക്കുക. മുടക്കരുത്, അതെങ്കിലും ചെയ്യാതിരിക്കാൻ പറഞ്ഞു. നോക്കട്ടെ നമ്മളെന്താ ആവശ്യം മുലായിട്ട് പറഞ്ഞു. ഉപാസന തുടങ്ങി 57ാമത്തെ ദിവസം കക്ഷിക്ക് ഗൾഫിൽ വിസ വന്നു. പുള്ളി ഗൾഫിൽ പോയി. ഇപ്പൊ കക്ഷി അമേരിക്കയിലുണ്ട്, US. പുള്ളിയുടെ ദുരിതം മുഴുവൻ ആ വസ്തുവായി. പണ്ട് മുതലേയുള്ള ആഗ്രഹ ദോഷങ്ങൾ, ദുരിതങ്ങൾ പിടിച്ചു കിടക്കുന്ന പ്രോപ്പർട്ടി ആദ്യത്തെ മാസം തന്നെ വിറ്റ് ജപ്തിയായി പോയി. അതോടുകൂടി പുള്ളിയുടെ ദോഷങ്ങളെല്ലാം പോയി. ഉപാസന സ്ട്രോങ്ങായി. പുള്ളി രക്ഷപ്പെട്ടു. പറഞ്ഞാൽ വിശ്വസിക്കും. അത്രയും വലിയൊരു പദ്ധതിയാണ്, തെളിയിച്ച പദ്ധതിയാണ്. പക്ഷെ നമ്മൾ അതിനെ സഹിക്കൂ, സമർപ്പിക്കും. നമ്മള് ആദ്യം ഇത് അറിയുമ്പോൾ തന്നെ പണി നിർത്തും. അങ്ങനെ നിർത്തുന്നവരാണ് ഭൂരിപക്ഷം. അങ്ങനെയല്ല വേണ്ടത്. അത്രയും മനസ്സ് ഉറപ്പിച്ച് മുന്നോട്ട് ജപിച്ച് മുന്നോട്ട് പോയാൽ ഇതെല്ലാം ശരിയും. ഇതെല്ലാം മാറി നല്ല അവസ്ഥയിലേക്ക് എത്തും. അതിന് തടസ്സമായിരിക്കുന്ന ഇങ്ങനെയുള്ള ദേവതകള്, ബാധകളൊക്കെയാണ്. ഈ ബാധകളെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മാറ്റാം. കാരണം ഈ ബാധകള് നമ്മളെ ഉപാസനയിൽ നിന്ന് മാറ്റി. ഈ ബാധകളാണ് ഉപാസനയുടെ പ്രാധാന്യങ്ങളിൽ കുറച്ച് കളയും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ജപിക്കുമ്പോഴെല്ലാം ഈ പ്രശ്നം കൂടി വരികയും ചെയ്യും. നമ്മുടെ ഉള്ളിൽ എന്താണോ നിൽക്കുന്ന അത് കൂടി വരും. നമ്മുടെ ഉള്ളിൽ പ്രശ്നങ്ങൾ നിന്നിട്ടാണ് ജപിക്കുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടി വരും. എന്റെ പ്രശ്നം മാറ്റണേ, എന്റെ പ്രശ്നം മാറ്റണേ, എന്റെ പ്രശ്നം മാറ്റണേ. എന്തോ മനസ്സില് മാറ്റണമെന്നുള്ളൊന്നും ബ്രെയിൻ എടുക്കത്തില്ല, കേൾക്കത്തില്ല, നെഗറ്റീവ് എടുക്കത്തില്ല. എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം ഇങ്ങനെ ഇരുട്ടിനെ അയക്കാൻ നോക്കണ്ട, വിളക്ക് കത്തിച്ചാൽ മതി എന്ന് പറയും. ഇരുട്ടിനെ അയക്കാൻ പറ്റുമോ? അപ്പൊ ബാധ പോണം, ബാധ പോണം, ബാധ പോണം എന്ന് പറയുമ്പോൾ ബാധ കൂടിക്കൂടി വരും. ദേവി വരണം, ദേവി വരണം, ദേവി വരണം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എന്തെടുക്കും? ദേവിയായിട്ടുള്ള കണക്ഷൻ കിട്ടും. ദേവിയുടെ എനർജി കൂടിക്കൂടി വരും. നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെയൊക്കെ മനസ്സിൽ കൂടുതൽ നിൽക്കുന്നത് എന്താണ്? നമ്മുടെ പ്രശ്നങ്ങളാണ്. അത് പോസിറ്റീവായിട്ടുള്ള ദേവിയുടെ ഇതാണ്. അത് തന്നെയാണ് പ്രശ്നം.
അത് കൂടത്തേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ശാസ്ത്രീയ ഉപാസന. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ശാസ്ത്രീയമായ ഉപാസിക്കുന്നുണ്ട്. ശാസ്ത്രീയമാകുന്നത് ഇല്ലാതെ ചെയ്തു പോയിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഉള്ളിൽ പ്രശ്നം വെച്ചുകൊണ്ട് ജനിച്ചാൽ അത് കൂടത്തേ ഉള്ളൂ. എന്താണോ നമ്മുടെ പ്രശ്നം അത് കൂടും. ഇത് നമ്മൾ ആദ്യം പറയുന്നത് ഇത് മനസ്സിലാക്കുന്ന യോഗം വേണം. പറഞ്ഞാലും കാര്യമില്ല. ഇപ്പോഴും ഇത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലായ രക്ഷപ്പെടും. അത് എപ്പോ കത്തും പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒപ്പോഴും എങ്ങനെ എല്ലാ പരിപാടിക്കും എല്ലാ വീഡിയോയും കണ്ടോളും. എവിടെയെങ്കിലും ഒരു ഒറ്റ പോയിന്റ് ആയിരിക്കും കത്തുന്നത്. ആറ് കത്തിയാലും രക്ഷപ്പെടും. ഇന്ന് സാധന നിശ്ചയിക്കണം. ദേവി സാധന ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങണം. ഈ ആചാര്യന്മാർ പറഞ്ഞല്ലോ, കുണ്ടലിനെയും അതും ഇതും സമാധി വരെ അനുഭവിക്കാൻ പറ്റും. എല്ലാ സമ്പർക്കവും സോഷ്യൽ മീഡിയ എല്ലാം നമ്മളെ 5 ഇന്ദ്രിയങ്ങളോട് പുറത്തേക്ക് കൊണ്ടുവന്ന് നശിച്ചു പോകത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പോകും. നല്ലൊരു എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റിന്റെ കാര്യം നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ ഫുഡിന്റെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് കണ്ടായിരിക്കുന്നത് നമ്മളെ പിന്നെ പല ഫുഡിനകത്തൊക്കെ പുറത്തൊക്കെ നോക്കി തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂർ പോയി കഴിയും. സാധനങ്ങൾ സമയം പോയി കഴിയും. വലിയ ആർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേരൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പിള്ളേരെക്കാൾ വലിയത്. അപ്പൊ അതുകൊണ്ട് ഫ്രീക്വൻസി അത് കിട്ടണം. ആ കണക്ഷൻ കിട്ടും. ദേവിയുടെ കണക്ഷൻ കിട്ടിയ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കും. ഞാനിത് പഠിച്ചു തന്നെ എന്റെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ച കാര്യം പലർക്കും അറിയാം. ദിലീപിന്റെ കൂടെ സുന്ദരകില്ലാടി സിനിമയിൽ ആദ്യം പോലെ അവസാനം വരെ വേഷം അഭിനയിച്ചിട്ടുണ്ട്. കിണറൊഴിക്കാൻ പോകുന്നത് കഥയിലില്ലാത്ത കഥാപാത്രത്തെ എഴുതി ചേർക്കുമായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ആ തോന്നലാണ് ദേവി എന്ന് പറയുന്നത്. നമ്മളാരും സിനിമയിലൊന്നും ഇല്ല, ആഗ്രഹം ഉണ്ടെന്നുള്ളത്. ഇത് നോക്കി ഫാസിൽ സാറിന് ഇഷ്ടപ്പെടുന്നു. ഇയാൾക്ക് ഫുള്ള് സിനിമയിലെ കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നു. കൂടെയുള്ള ആനന്ദ സാറിനോടൊക്കെ ചോദിച്ചു, ക്യാമറ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ നമ്മളെ കൂടെ ഇല്ലാത്ത കഥാപാത്രം എഴുതി ചെയ്തു. ഫുള്ള് ക്യാരക്ടർ. ദേവി വിചാരിച്ചെന്ന് എന്തു വരുന്നു. പക്ഷെ ദേവിയായിട്ട് കാശ് കിട്ടുന്നില്ല. അത്രയ്ക്ക മറഞ്ഞിരിക്കുന്ന മായിക മലം മറഞ്ഞു നിൽക്കുകയാണ്. കണ്ണില് ഈ നെഗറ്റീവ് എനർജികളൊക്കെ മറച്ചു നിർത്തുക. എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന് കീഴടങ്ങി കൊടുക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ദേവി ഉപാസകരല്ലേ. നമുക്ക് എന്തിനാണ് ദേവി? ഭയക്കരുത്. ബാധകൾ കയറുന്ന ഒരൊറ്റ ഇതിലാണ്. ഭയത്തിലൂടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ചത്തോളാന്ന് പറയാം. ജനിച്ചാൽ മരിക്കണമല്ലോ. കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ ഭയപ്പെടുത്തുന്നു. അസുഖം വരുമ്പോൾ ചത്തുപോകും. ദേവി മരിക്കുമ്പോൾ ദേവിയുടെ ലോകത്ത് നിൽക്കും. ഞാൻ ദേവി ഉപാസന നാളത്തെ എനിക്ക് ഭയം വരും എന്ന് പറഞ്ഞ് ഭയം ഇല്ലെങ്കിലുണ്ട് ഒരു നെഗറ്റീവും നമ്മൾ വിളിക്കാറുണ്ട്. ഭയത്തെ കീഴടക്കണം. സാമ്പത്തിക ഭയം, ചിലർക്ക് അസുഖങ്ങളെയാണ് ഭയം, മറ്റു ചിലർക്ക് ബന്ധങ്ങളെയാണ് ഭയം, നെഗറ്റീവായിട്ടുള്ള ആളുകളെ ഭയം. എല്ലാ ഭയം അധികം മരണഭയം. അത് അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ മരിച്ചു. അടിയിലങ്ങനെ എല്ലാ ഭയവും അടിയിലും മരണഭയം. ആ മരണഭയത്തിൽ തരണം ചെയ്യാനാണ് ദേവി ഉപാസന. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ദേവിയുടെ ലോകത്ത് നിൽക്കണമെന്ന്, സ്വർഗ്ഗലോകത്ത് നിൽക്കണമെന്ന്, പ്രകാശത്തിന്റെ ലോകത്ത് നിൽക്കണമെന്ന് ഭയമെന്ന് ഇല്ല. അത് പറഞ്ഞ് ഞാൻ ഉറപ്പിക്കണം. തീവ്രവാദികളൊക്കെ കള്ളത്തരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയി അച്ഛനെ കൊന്ന് സ്വയം ചാവാൻ പോകുന്നു. മരണഭയമില്ലാതെ അതിന് ഭയമില്ല. എന്താ മരിച്ചു കഴിയുമ്പോൾ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഇവിടെ അങ്ങനെയല്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ഹയർ ഫ്രീക്വൻസിയിൽ ഇരിക്കാം. അല്ല അവിടെ മധ്യപ്പുഴയെ റൂളുകൾ കിട്ടുമെന്നല്ല നമ്മൾ പറയുന്നത്. ആ ആത്മാവിന്റെ ഉയർന്ന അവസ്ഥയാണ് ഇവിടെ സ്വർഗം എന്ന് പറയുന്നത്. അല്ലാതെ മധ്യപ്പുഴയെ റൂളുകൾ. ആത്മാവിന്റെ ഉയർന്ന പ്രകാശത്തിന്റെ അവസ്ഥയിൽ ദേവിയോടൊപ്പം നിൽക്കാം. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാധകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മരണഭയമില്ല എന്ന് പറയണം.
എന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പിന്നെ നമുക്ക് ലോകത്ത് ഒന്നിനെയും ഭയം ഉണ്ടാവും. മരണഭയമല്ലേ ഏറ്റവും വലിയ ഭയം. അതങ്ങ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭയത്തെ കീഴടക്കാൻ എപ്പോഴും എളുപ്പമുള്ള മാർഗം അതാണ്. അപ്പൊ പ്രേതം വരും. ആ പ്രേതം വന്നാൽ നമുക്ക് വന്നിരിക്കാൻ എന്ത് വേണമെന്ന് ചോദിക്കണം. കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്താ വേണം, അവിടെ വരെ ചിന്തിക്കത്തില്ല. അങ്ങനെയല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനല്ലേ, അയ്യോ ഇന്ന് ഹോംവർക്ക് ചെയ്തില്ല, അടി ഉറപ്പാ. അന്നേരം മുതൽ ഭയന്ന് പോകുന്ന പിള്ളേരാണ്. അവിടെ ചെന്ന് സാറെ എണീപ്പിച്ച് നിർത്തി, ബെല്ലടിക്കുന്ന ഹാർട്ടിരിക്കുന്ന നെഞ്ചത്ത് ഇടിപ്പ് പോലെ എണീപ്പിച്ച് നിർത്തി കൈ കാണിക്കണം. അയ്യോ പക്ഷെ ചില കുട്ടികളുണ്ട്, അവര് ഒന്നും ഹോംവർക്ക് ചെയ്തില്ല, അവന്റെ 2 അടി കൊള്ളാം. കൊല്ലത്തൊന്നുമില്ല, അത് കൊണ്ടേക്കാം. പിന്നെ സ്വസ്ഥമായിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ആ പീരീഡ് വരുമ്പോ സാറ് ചോദിക്കും ഹോംവർക്ക് ചെയ്യുക, ചെയ്യാത്തവരൊക്കെ എഴുന്നേറ്റ് ചെയ്യും. അന്ന് ഇപ്പൊ തന്നെ കണ്ടറിയും ഭയങ്കര കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോ ഇനി എനിക്ക് അടിച്ചോളാം, അതിന് മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. എന്താണ് അടിച്ചു ഇതാദ്യമേ ഉൾക്കൊണ്ടു വരാനുള്ളത് ആദ്യത്തെ കാരണം അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ വന്നാലോ, അങ്ങനെ വന്നാൽ പ്രേതം പിടിച്ച് തിന്നാണ് കിട്ടിയുണ്ടോ അല്ല ധരിക്കാൻ അത് ഞാനെങ്കിൽ ചത്തോളാം എന്താ എന്റെ കൂടെ ദേവിയുണ്ട്, പേടിക്കാനൊന്നുമില്ല. പിന്നെ അരിച്ചാൽ അത്രയും വേഗം ആളുകൾക്ക് ശരീരം ഒന്നും പൊഴിഞ്ഞു കൊടുക്കും, ആളുകളുടെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ആക്കി നമ്മൾ എന്റെ അത്രമൊക്കെ ചിന്തിച്ച് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എല്ലാ ഭയവും മാറും, എല്ലാ മാനസിക രോഗങ്ങളും മാറും. ഭയത്തിൽ നിന്നാണ് എല്ലാ മാനസിക രോഗവും ഉണ്ടാകും. അല്ലേ അല്ലേ? അപ്പൊ അതാണ് പദ്ധതി. അല്ലേ അതല്ലേ മലയാളികൾ പറയുന്നത്. ചെമ്പട്ടൂടുത്തു കിട്ടി ചിത്രശീലമ്പണിഞ്ഞ് ചന്ദമോനെന്നുടയ ചാരവേ വന്നീരേണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയും ചന്ദ്രസമാനമുഖി ദേവി ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയും ചന്ദ്രസമാനമുഖി ദേവി. ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ഞാനൊരു എഴുതിയിട്ടുണ്ട് സ്വാഭാവിക സംഖ്യകൾ. മോക്ഷസുധായിനി ജയഭേദഭാവനിവാരിണി ഭാവി ഭയധര ഭൂമികേ മമ ഭദ്രകാളി നമോസ്തുതേ അംബാ അംബാ അംബാ. അത് കുറച്ച് ലൈനുണ്ട്. അപ്പൊ നമ്മൾ ഭക്തിയോടുകൂടി സ്വയം സമർപ്പിച്ചു കൊടുത്ത് ആ ദേവത അവിടെ ഉള്ളൂ, നമ്മളില്ല. ആ പറഞ്ഞു വന്നതിന്റെ ആകത്തവ ഞാൻ അവിടെ ഇല്ല, ഉണ്ടാവാൻ പാടില്ല. ഞാനുണ്ടെങ്കിൽ എന്റെ വിഷമങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ ബാധകളും എന്റെ രോഗദുരിതങ്ങളും അവിടെ ഉള്ളൂ. ശരിയല്ലേ? ഇതൊക്കെ ആർക്കാണ്? എനിക്കാണ് ഇതൊക്കെ. ഞാനവിടെ ഇല്ലെങ്കിലോ ഇതൊന്നും അവിടെ ഇല്ല, ദേവി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളില്ല കൊടുക്കാൻ. നമ്മളെന്തോ സംഭവമാണ്, നമുക്ക് എന്തോ ഉണ്ടെന്നുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് കൊടുക്കാൻ പോലും ഇല്ല. അത് നമ്മളൊന്നും ഇല്ല, നമ്മളില്ല അവിടെ. നമ്മളില്ലാതെ ഒരു സീറോ ഉണ്ടാക്കാം.
നമ്മുടെ അവിടെ ഫുൾ സീറോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈശ്വരനെ ഉണ്ടാവും. എനിക്ക് ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. കാരണം ഞാൻ നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിന് വരാൻ പറ്റത്തില്ല. ഒരു വെള്ളത്തുള്ളി സമുദ്രത്തിൽ വീണ് ലയിക്കുന്നത് പോലെ ഞാൻ ഇല്ലാതായാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? ദേവി ഉള്ളൂ. അപ്പൊ ദേവിയെ കാണുന്നുണ്ട്, ഞാനും ഇല്ലാതാക്കിയാൽ മതി. അതോടുകൂടി എന്റെ ദുഃഖം, എന്റെ സാമ്പത്തിക ബാധ്യത, എന്റെ കടക്കാര്, എന്റെ ഭാര്യ, എന്റെ മക്കള്, അവരുടെ അസുഖങ്ങൾ, എന്റെ കുഞ്ഞിന്റെ അസുഖങ്ങൾ, ഇതെല്ലാം ഇല്ലാതാകുക, ഞാൻ ഇല്ലാതാകുക. ഇതെല്ലാം ഈശ്വരന്റെ മേലോട്ട് ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ പോകും. നമ്മളീ തോളത്ത് ഇതൊക്കെ മൈൻഡിൽ ചുമന്നുകൊണ്ട് നടക്കുക. ഇപ്പൊ എന്റെ മോന് പനിയുണ്ട്, ഞാനൊരു തല ചുമന്നുകൊണ്ട് മോനെ ചുമന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് വല്ലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ആ ദേവിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ദേവി നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഫ്രീ ആയി അല്ലേ? ഞാൻ ആവശ്യമില്ലാതെ എന്തെല്ലാം ചുമന്ന് നടക്കുന്നു. ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇവിടെ ഇരിക്കുക, പക്ഷെ നിങ്ങൾ എന്തെല്ലാം ചുമന്നായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്ന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അതെല്ലാം ഉള്ളിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിൽ തന്നെ ഉള്ളിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ എന്നെ കുറിച്ച് എടുത്ത് പറയും, അപ്പൊ നാട്ടുകാരെല്ലാം ചുമക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എന്നുള്ളതിനകത്തെല്ലാം ചുമന്ന് നടക്കുക. പക്ഷെ നമ്മളീ ഞാൻ എന്നുള്ളത് അങ്ങ് കിട്ടാലോ, പിന്നെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതിനാണ് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ നമ്മളിൽ മാത്രമേ ദേവി മാത്രമേ ഉള്ളൂ. അപ്പൊ മറ്റേത് കുറഞ്ഞു വരും. ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അടുത്തുള്ള ഒരു 5-8 പേരെ വിളിച്ചിട്ട് ഗൃഹസഹസ്രം ജപിക്കാം, അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ജപിക്കാം, കുട്ടികളെ വിളിച്ചിരുത്തണം. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ എങ്ങനെ പഠിക്കും എന്ന് പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കും? നമ്മുടെ അടുത്ത തലമുറ എങ്ങനെ പഠിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്? അതിന് അവസരങ്ങളില്ല. പണ്ട് ആ കുട്ടികൾ അമ്പലത്തിലൊക്കെ ആയിരുന്നു, ആ ടിവിയും മൊബൈലൊന്നും ഇല്ല. അപ്പൊ എന്തൊക്കെ എന്റർടൈൻമെന്റ്, നാടകം, ഗാനമേള, അത് ഇത്, അല്ലെ ഉത്സവം വരുന്നു, അല്ലെ അമ്പലത്തിൽ ഭാഗമായിട്ട് നടക്കുന്നു, അപ്പൊ അത് കിട്ടുന്നു, അതിന് പോകുന്നു, അങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് അമ്പലത്തിലൊന്നും ആരും പോകുന്നില്ല, മൊബൈലും ടി വി ആയിട്ടിരിക്കുക. നമ്മുടെ പിള്ളേർ ഈ ഗെയിം കളിച്ച് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ഇങ്ങനൊന്നും ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പൊ എങ്ങനെ നമ്മൾ ഈ കൂട്ടായ്മകൾ ഏറ്റെടുത്ത് വിജയിക്കണം? അപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ എവിടെയും സത്സംഗങ്ങൾ നടന്നു, വീടുകളിലും പല സ്ഥലങ്ങളിലും. വിദേശത്ത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളില്, അമേരിക്കയിൽ ഹൂസ്റ്റണിൽ ഇന്നലെ സത്സംഗം ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലുണ്ട്, UK, കാനഡ, ഇംഗ്ലണ്ട്, ഗൾഫ് കൺട്രീസില് വീട്ടിലെ ആളുകൾ വിളിച്ചിട്ട് എല്ലാ സമയം ജയിക്കുന്നുണ്ട്. ഇല്ലാത്തത് എവിടാ? നമ്മുടെ ചില സ്ഥലത്ത് മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഇത് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അവരൊക്കെ പഠിച്ചു തുടങ്ങി കാര്യം. ഇതിന്റെ അപകടം, ഇത് ഇല്ലെങ്കിലുള്ള അപകടം മനസ്സിലാക്കി തുടങ്ങി. നമുക്കാണ് ഇപ്പോഴും നേരം വിളിക്കാറ്. അതിന് വേണ്ട സപ്പോർട്ട് നമ്മുടെ ടീം ചെയ്തു തരും. എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരുകയും ഒക്കെ സപ്പോർട്ട് ചെയ്തു തരും. അടുത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ശക്തിമണ്ഡലം ജനറേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ മെഡിറ്റേഷൻ ഒന്നും ബാധിക്കത്തില്ല. അങ്ങനെ ഒരു ഞാൻ എന്നുള്ളത് കൂടി ഭയങ്കര അഹങ്കാരികളായിട്ട് വരിക പിള്ളേരൊക്കെ, പല കുട്ടികളും. അവരാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത്. ഈ അഹങ്കാരമുള്ളത് ഈ ബാധ പിടിക്കും. അപ്പൊ ഈശ്വരവാസമുള്ളവർക്ക് തന്നെക്കാൾ ഉയരെ വലിയ ഒരു സംഭവം ഉണ്ടെന്ന് വരുമ്പോൾ ശ്രദ്ധിക്കും, ബോധത്തോടെ പെരുമാറും. എല്ലാം ഒരാളെ കാണുന്നുണ്ട്. ധർമ്മം പരിപാലിക്കുന്ന ദേവതയുണ്ട്, ധർമ്മ ദൈവമുണ്ട്. ഞാൻ ധർമ്മമേ പ്രവർത്തിക്കാവൂ, ഇല്ലെങ്കിൽ ധർമ്മദൈവം കാണുന്നുണ്ട്, എനിക്ക് അധർമ്മം വരും അല്ല. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിലുള്ള ജപം, ആ പദ്ധതി പഠിച്ച് മനസ്സിലാക്കി അത് സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു പദ്ധതി, സിസ്റ്റം ഉണ്ടാകണം. ഇപ്പൊ നമുക്ക് അമ്പലങ്ങളിൽ ഭാഗവത സപ്താഹം നടത്തും, മോശമാണല്ല. അവിടെ ചില കാര്യങ്ങൾ പറയുന്ന കേട്ടു, സപ്താഹമാണ്, വിഷ്ണുവിന്റെ കാര്യങ്ങൾ, വിഷ്ണു പുരാണം സഹിതം പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്നു മുതൽ കൃഷ്ണനെ ജപിക്കണം. എല്ലാവരും ജപിച്ചേ രാമരാമ ഭാഗ്യം ഒക്കെ ജപിച്ചു. കൃഷ്ണനെ ഓം നമോ നാരായണ എല്ലാവരും ജപിക്കണം, ജപിക്കാം.
അന്ന് മുതൽ എല്ലാവരും ജപമൊക്കെ തുടങ്ങിയ കാര്യമായിട്ട് അതിൻ്റെ അടുത്ത ദിവസം അപ്പുറത്ത് നവാഹയജ്ഞം ദേവീഭാഗമാണ്. അവിടെ എല്ലാം ദേവിയാണ്, എല്ലാം ദേവി മയം. ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നിയതാ അപ്പൊ ഇതല്ലേ ജനിക്കുന്നത്. പിറ്റേന്ന് മുതല് എന്നാ പിന്നെ ഇത് ജനിക്കാം. ജനിച്ചു തുടങ്ങി അതൊരിക്കലും ക്ലച്ച് പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്ത് ശിവപുരാണ മഹായജ്ഞം. അവിടെ ചെന്നപ്പോ എല്ലാം മഹാദേവൻ, ശിവനല്ലേ എല്ലാം ദേവാദിദേവനാണ്, മഹാദേവനാണ്. അതിന്റെ അപ്പുറം ഒന്നുമില്ല. പക്ഷെ എന്തോ ശിവെന്ന് പറഞ്ഞു ഉടനെ നമുക്ക് നമശിവായ മാത്രം മതി മോക്ഷം കിട്ടാൻ. ശിവനാരായി ഒരു അടിസ്ഥാനപരമായ ഗൈഡൻസ് കൊടുത്ത് പദ്ധതികളെ കോർത്തിണക്കി ശരിയായ രീതിയിൽ ആത്മസാക്ഷാത്കാരത്തിലൂടെ ഭൗതിക വിജയത്തിലൂടെ സമാധി വരെ പോകുന്ന ഒരു പദ്ധതി കോമൺ ആയിട്ട് ഇതിനെല്ലാം ബന്ധിക്കുന്ന ഒരു പദ്ധതിയുടെ കുറവ് സമൂഹത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇതുപോലെ ഇറങ്ങി എല്ലാം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത, ഇതെല്ലാവരിലും എത്തിക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നു. കാരണം ഇതിനകത്ത് ക്രിസ്ത്യാനിറ്റിയും മുസ്ലിം സിസ്റ്റത്തിനെ വരെ ഉള്ള ആൾക്കാർ വരെ ഇതിൽ വന്നു ഉപാസിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്ത് എന്തിനേയും കണക്ട് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് സയന്റിഫിക്കലി ശ്രീവിദ്യ പദ്ധതി. ഒരു സയന്റിസ്റ്റിനും ഇത് ചെയ്യാം. നമ്മൾ പറഞ്ഞ ദൈവം ഇല്ലെന്ന്, ഒരു എത്തീസ്റ്റിന് പോലും ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് ശ്രീവിദ്യ. ഈ പദ്ധതി സമൂഹത്തിന്റെ കാലത്തിന്റെ ആവശ്യമാണ്. ഇത് ആളുകളെ ഇത്ര യുദ്ധം നടക്കുന്നു മതത്തിന്റെ പേരില്ല. രണ്ടുപേര് വിശ്വസിക്കുന്ന കഥകൾ രണ്ടായതുകൊണ്ട് മാത്രമാണ് യുദ്ധം നടക്കുന്നത്. ഒരു കൂട്ടർ പറയുന്ന കഥയല്ല, മറ്റേ ആൾക്കാർ പറയുന്ന കഥ. ഇത് രണ്ട് കഥയായതുകൊണ്ടാണ് അടി ഇറങ്ങുന്നത്. കഥയിലാണ് അഭിനയിക്കുന്നത്. പക്ഷെ സനാതന ധർമ്മം വർത്തമാന കാലത്തിലെ ഒരാളുടെ മാറ്റത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു ഗ്രന്ഥങ്ങളെയും ഫോളോ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളുണ്ട് സനാതന ധർമ്മത്തിൽ, പക്ഷെ ഒരു ഗ്രന്ഥത്തെയും പ്രമാണം മെയിനായിട്ട് ഫോളോ ചെയ്യുന്നില്ല. കാരണം ഗ്രന്ഥത്തിൽ ജീവിക്കുന്നവരല്ല നമ്മൾ. ഗ്രന്ഥം പാസ്റ്റാണ്, എഴുതി വെക്കപ്പെട്ടതിനെയാണ് ഗ്രന്ഥം എന്ന് പറയുന്നത് അല്ലേ. ഹിസ്റ്ററിയാണ്, ഹിസ് സ്റ്റോറിയാണ് ഹിസ്റ്ററി ആയത്. അവന്റെ കഥയാണ്, ഇന്നുള്ള ഇവന്റെ കഥയല്ല. ഹിസ്റ്ററിയാണ്. ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് ഹിസ്റ്ററി ആയി. അപ്പൊ ഗ്രന്ഥങ്ങളിലല്ല, പാസ്റ്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പ്രസന്റിൽ വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗ്രന്ഥം വെച്ച് നമ്മളെ ലിമിറ്റഡ് ആക്കാൻ പറ്റില്ല. നമ്മൾ ആളുകളുടെ മാറ്റത്തിൽ വിശ്വസിക്കുന്നു. ഒരു ആറ്റം ബോംബ് സ്വിച്ച് അമർത്താനിരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ മനസ്സിനെ പോസിറ്റീവാക്കി അതിൽ നിന്ന് വിരലെടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം ആണ് ഇനി നമുക്ക് വേണ്ടത്. അല്ലാതെ എങ്ങനെ മെച്ചപ്പെട്ട ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസമല്ല. അതാണ് ഈ പദ്ധതിയിലൂടെ ഋഷിമാർ നമുക്ക് തരുന്ന സന്ദേശം. അതാണ് വരും സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികയിൽ ആകേണ്ടതിന്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് അത് പ്രായോഗികമായി എങ്ങനെ നേടിയെടുക്കാം. ഈ ആശയം ഇതൊരു ആശയമാണ്. എനിക്ക് ഈ ആശയം നിങ്ങൾക്ക് തരാൻ പറ്റും. ഇനിയെങ്കിലും നിങ്ങളുടെ ആശയം, നിങ്ങൾ സ്വന്തം ആശയം നിങ്ങൾക്ക് ഇത് ആളുകൾക്ക് കൊടുക്കാം. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും കഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പൊ ദേവി നിങ്ങളിലൂടെ ഒഴുകും. എനിക്കിതിങ്ങനെ പറയുന്നതിന് പ്രയോജനമുണ്ട്. മേലും ദേവി എന്നിലൂടെ കൂടുതൽ ഒഴുകും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി. കൊടുക്കും തോറും എഴുതെന്ന് പറയും ഈ സംവിധാനം. ബാക്കിയുള്ളവർക്ക് കൊടുക്കും തോറും കുറഞ്ഞു വരും. കൊണ്ടുപോകില്ല ചോരന്മാർ അല്ലേ, വിദ്യാധനം സർവ്വം ധനാത്മാണ്. അപ്പൊ ഈ പദ്ധതി നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും എങ്ങനെയെങ്കിലും. അപ്പൊ നമ്മളിലേക്ക് ഇത് കൂടുതൽ വന്നെന്നറിയും. നമുക്ക് ദേവിയെ കൂടുതൽ കിട്ടാനുള്ള മാർഗം കൂടുതൽ ആളുകൾ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ദേവി നമ്മളോട് കൂടുതൽ പ്രകാശിക്കും. ഇപ്പൊ ശബരിമല പോകുമ്പോഴുള്ള ഗുണമുണ്ടോ? 49 ദിവസം വ്രതം എടുത്ത് പോകുമ്പോഴും ഒക്കെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഉപബോധ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാ വന്നേ. അപ്പൊ ഉപബോധ മനസ്സിന് ഉത്തരം പറയും, ശബരിമല അയ്യപ്പനെ കാണാൻ, അയ്യപ്പൻ ആ ധ്യാനം നടക്കുവാണ്. ഇതിനു വേണ്ടി ബസ് വലിച്ച് കെട്ടുമ്പോഴും എന്തിനാണ് അതാ ദേവിയെ കുറിച്ച് സംസാരിക്കാനാണ്, ഈ പങ്കെടുക്കാനാണ്, അത് ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പൊ ആ ദേവി നമുക്ക് മനസ്സിൽ നിൽക്കുമോ? മറ്റൊരു ജോലി ചെയ്യുമ്പോൾ അത് വന്നോണ്ടില്ല. അത് ഉള്ളിൽ നിൽക്കാൻ അതാണ് പോവാൻ എളുപ്പമാണ്.
അതിനാണ് ഒത്തുകൂടുക. മാക്സിമം ഒത്തുകൂടുക മാത്രമേ ഇതിന്റെ ഉള്ളിൽ നിൽക്കാനുള്ള മാർഗം, വേറെ മാർഗമില്ല. 5 ഇന്ദ്രിയങ്ങളിലൂടെ ദേവി ഇങ്ങനെ നിൽക്കുമോ? ഇത്ര നേരം ദേവി നമ്മുടെ മനസ്സിലുണ്ട്, ശരിയല്ലേ? വേറെ ഇത്ര നേരം നമ്മുടെ ഉള്ളില് വീട്ടിൽ വേറൊരു കാര്യത്തിന് പോയി വീട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്താലും ഇത്രയും നേരം നമ്മുടെ ഉള്ളിൽ ദേവി നിറഞ്ഞിരിക്കുമോ? ഇങ്ങനെ ഉണ്ടല്ലോ കുറെ കഴിയും. ഇതൊക്കെ വിട്ട് നമ്മൾ മരിച്ച് ചത്തുപോകും. അറിയാനേ പറ്റത്തില്ല. കാരണം ബ്രെയിൻ വാഷിങ്, പുറത്തോട്ട് ബ്രെയിൻ വാഷിങ് എല്ലാം അകത്തോട്ട് നോക്കിപ്പിക്കത്തില്ല. നോക്കിയാൽ ബുദ്ധി വരും, ബോധം വരും, രക്ഷപ്പെടും. നമ്മൾ അവന്റെ അടിമയാവത്തില്ല. അപ്പൊ എല്ലാവരും അകത്തോട്ട് നോക്കിപ്പിക്കത്തില്ല. പുറത്തോട്ട് വന്ന് മെച്ചപ്പെട്ട കാറും മെച്ചപ്പെട്ടതും വിഷ്വൽസും മെച്ചപ്പെട്ട പാട്ടും ഒക്കെ വെളിയിലോട്ട് കൊടുക്കും. അകത്തോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ മാറും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി അങ്ങോട്ട്